السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളൊന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച ചെറിയ ഒരു റിസാലയാണ്. അതിൻ്റെ പേര് ഹുഖൂഖുൻ ദഅത് ഇലൈഹ അൽ ഫിത്രതു വഖററത്ഹ അശ്ശരീഅ. ഏതൊരു മനുഷ്യൻ്റെയും ഫിത്രത്ത്, അവൻ്റെ ജന്മപ്രകൃതം ആഗ്രഹിക്കുന്നതായ ചില അവകാശങ്ങൾ, കടമകൾ, നിർവഹിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ശരീഅത്ത്, ഇസ്ലാം അതിനെ ഒന്നുകൂടിയും ഉറപ്പിക്കുന്നു. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെയും ഫിത്രത്തിനോട് യോജിച്ചിട്ടുള്ള ദീനാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഇപ്പോൾ ഒരു ദീനൊന്നും പരിഗണിക്കാതെ തന്നെ മാനുഷികമായിട്ട് ഒരു മനുഷ്യന് ചില ആളുകളോട് ചില കടമകൾ നിർവഹിക്കണം, അത് പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉമ്മാനോട് കുറച്ച് ബാധ്യതകളുണ്ട്, ഒരു മനുഷ്യന് കുറച്ച് കടമകൾ നിർവഹിക്കാനുണ്ട് എന്നുള്ളത് മതത്തിൻ്റെ ഒരു പരിഗണന ഇല്ലെങ്കിൽ കൂടി മനുഷ്യൻ എന്ത് ചെയ്യുന്നതാണ്, ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മക്കളോട്, അതുപോലെ സഹോദരന്മാരോട്, അയൽവാസികളോട്, അങ്ങനെയല്ല. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ പ്രകൃതം ആഗ്രഹിക്കുന്നതും, എന്നാൽ ദീന്, ഇസ്ലാം, ഫിത്രത്തിനോട് യോജിച്ച ദീനായിട്ടുള്ള ഇസ്ലാം അതിനെ കൂടുതൽ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില ഹുഖൂഖുകൾ, അഥവാ നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള കടമകൾ, അതാണ് ഈ കിതാബിൽ പരാമർശിക്കുന്നത്. ഇസ്ലാം ഏതൊരാൾക്കും അവരുടെ അവകാശങ്ങൾ നൽകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് ഗുലൂവ് ഉണ്ടാകാൻ പാടില്ല, തഖ്സീർ ഉണ്ടാകാൻ പാടില്ല, അഥവാ അതിൽ കവിയാനും പാടില്ല. ഒരാൾക്ക് കൊടുക്കേണ്ടതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് അബദ്ധമായി പോകും. കൊടുക്കേണ്ടതുപോലെ കൊടുക്കാതെ കുറയാനും പാടില്ല. ഈ കിതാബിൽ 10 ഹക്കുകളാണ് ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്. ഒന്നാമത്തേത് ഹുഖൂഖുല്ലാഹി തആല, നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോട് ഉള്ള കടമ, അള്ളാഹുവിനോട് നമ്മുടെ മേലുള്ള അവകാശം. 2 ഹുഖൂഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ കടമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവകാശം. 3 ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ. 4 ഹുഖൂഖുൽ ഔലാദ്, സന്താനങ്ങളുടെ, മക്കളുടെ. 5 ഹുഖൂഖുൽ അഖാരിബ്, നമ്മുടെ കുടുംബക്കാരുടെ. 6 ഹുഖൂഖുൽ സൗജൈൻ, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരമുള്ളത്. 7 ഹുഖൂഖുൽ വുലാത്തി വറഇയ്യ, ഭരണാധികാരികളോട് ഉള്ള അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങൾ. 8 ഹുഖൂഖുൽ ജീറാൻ, അയൽവാസികളുടെ അവകാശങ്ങൾ. 9 ഹുഖൂഖുൽ മുസ്ലിമീന ഉമൂമൻ, മുസ്ലിമീങ്ങൾ, പൊതുമുസ്ലിമീങ്ങളോടുള്ള അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, അവരോടുള്ള കടമകൾ. 10ാമത്തേത് ഹുഖൂഖു ഗൈറിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ, മറ്റുള്ള മനുഷ്യർ, അവരോടുള്ളത്. ഈ കാര്യങ്ങളാണ് ഈ കിതാബിൽ പറയുന്നത്. ഇതിൽ ഒന്നാമത്തേത് അൽ ഹഖുൽ അവ്വൽ, ഹഖുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു തആലയോട് വീട്ടിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ഹഖ്. ഈ ഹക്കാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ളതും ഏറ്റവും മഹത്തായിട്ടുള്ളതും ഏറ്റവും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്. നാം ഈ ഭൂമിയിലെ നമ്മെ നിയോഗിച്ചതും സൃഷ്ടിച്ചതും അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്നത് തൊട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് അവനാണ്. വേറൊരു സൃഷ്ടിക്കും ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ നമുക്ക് വായുവോ ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണോ അവിടെ അത് നൽകാൻ വേറൊരാൾക്കും സാധിക്കില്ല.
അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന സമയത്ത് നമ്മുടെ ഉമ്മാന്റെ മാറിടത്തിൽ മുലപ്പാൽ ഉണ്ടാക്കി തരുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ ഒരുക്കി തന്നത് അള്ളാഹുവാണ്. അതുപോലെ തന്നെ നമുക്ക് ശ്വസിക്കാൻ വായു, അങ്ങനെ ഓരോ ഘട്ടത്തിലും നമുക്ക് അതിനുശേഷം അറിവ് നേടാനും അത് പ്രാവർത്തികമാക്കാനും അങ്ങനെ എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങൾ നൽകിയവൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിൽ പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരവസ്ഥയിലാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. പിന്നീട് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള ഹൃദയവുമെല്ലാം തന്നു, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ഏറ്റവും വീട്ടേണ്ട കടമ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പാലിക്കേണ്ട ബാധ്യത എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ളതാണ്. കാരണം ഏതൊരു അനുഗ്രഹം നമുക്കുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ ആ ഒരു കടമ നമ്മൾ പാലിക്കണം. നമ്മൾ അത് നോക്കി നോക്കിയും, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്. ഒരാൾക്കും സാധിക്കില്ല, ഒരാൾക്കും നൽകാൻ സാധിക്കാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപജീവനങ്ങൾ ഒരുക്കി നൽകുന്നവൻ അള്ളാഹുവാണ്. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വ. നാം നിങ്ങളോട് റിസ്ക് ചോദിക്കുന്നില്ല, നാമാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. അള്ളാഹു പറയാൻ ഏറ്റവും നല്ല അവസാനം തഖ്വയുള്ളവർക്കാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള ഹക്കാണ് നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അള്ളാഹുവിനോടുള്ള ഹക്ക്? അള്ളാഹു ഈ അനുഗ്രഹമൊക്കെ ചൊരിച്ചു, നമ്മൾ സൃഷ്ടിച്ചു, ഉപജീവനം നൽകി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നൽകി. എന്നിട്ട് അള്ളാഹു എന്താണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ടുള്ള കാര്യം? നമ്മളെന്താ ചെയ്തു കൊടുക്കേണ്ടത്? സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു പറയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയോ മനുഷ്യവർഗത്തെയോ നാം സൃഷ്ടിച്ചിട്ട് തന്നെ ഇല്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കടമ. അള്ളാഹുവിനോട് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടത് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയാം, ഞാൻ നിങ്ങളോട് റിസ്ക് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെ ഭക്ഷിപ്പിക്കാനും സാധിക്കില്ല. അള്ളാഹുവാണ് ഏറ്റവും ശക്തനായിട്ടുള്ളവൻ. അപ്പൊ നമ്മളെ മേലെ ഈ സൃഷ്ടിപ്പും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയ അള്ളാഹുവിനോട് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹു അല്ലാതെ ഒരാളോടും നമ്മൾ ഇബാദത്തിന്റെ ഒരിനവും വകവെച്ചു കൊടുക്കില്ല. അള്ളാഹു അല്ലാത്ത ഒരാളോടും നമ്മൾ പ്രാർത്ഥിക്കില്ല. അള്ളാഹു അല്ലാത്ത ഒരാളോടും സഹായം ചോദിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി മറവ് നടത്താൻ പാടില്ല. അള്ളാഹുവിന് മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇബാദത്തിന്റെ ഒരിനവും അള്ളാഹു അല്ലാതെ വേറൊരാൾക്കും പറ്റില്ല. കാരണം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോൾ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ നിഅമത്തുകൾ ആലോചിച്ചാൽ മതി. ഒരു അടിമയും ഏത് പാപം ചെയ്യുകയാണെങ്കിലും, ഒരു അടിമ ഒരു പാപം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തആല അവന് നൽകിയ ഒരു നിഅമത്ത് ഉപയോഗിച്ചുകൊണ്ടല്ല അവന് പാപം ചെയ്യാൻ പറ്റൂല. കണ്ണുകൊണ്ട് ഒരാൾ തിന്മ കാണുകയാണെങ്കിൽ അള്ളാഹു കാഴ്ച എന്നുള്ള ശക്തി തന്നിട്ടുണ്ട്, ആ നിഅമത്ത് കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. കൈകൊണ്ടൊരു തിന്മ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് കൈ നൽകി എന്നുള്ള നിഅമത്ത് കൊണ്ടാണ്. കാല് കൊണ്ടാണെങ്കിൽ അങ്ങനെ, ശരീരത്തിന്റെ ഏതൊരു അവയവം കൊണ്ടാണെങ്കിലും, അവന്റെ സമ്പത്ത് കൊണ്ടാണ് ഒരു തിന്മ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു നൽകിയ നിഅമത്താണ്. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് ثم إذا مسكم الضر فإليه تجأرون. ഏതൊരു നിഅമത്തുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടമോ ബുദ്ധിമുട്ടോ പറ്റിയാൽ നിങ്ങൾ അള്ളാഹുലേക്ക് അതാ മടങ്ങി ചെല്ലുന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമകളാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അത് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പാലിക്കണം. അപ്പൊ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്തംഭങ്ങളാണ്. അത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഫത്തഖുല്ലാഹ മസ്തതഅതും. നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. എന്തൊക്കെയാണ് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ? ഒന്നാമത്തേത് നിസ്കാരമാണ്. ഷഹാദത്ത് കഴിഞ്ഞാൽ, തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ്? നിസ്കരിക്കണം.
5 വഖ്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട അള്ളാഹുവിൻ്റെ അവകാശമാണ്. അള്ളാഹുവിനോട് നമ്മൾ നിർവഹിക്കേണ്ട നമ്മുടെ മേലുള്ള ബാധ്യതയാണത്. ആ 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, അതും ജമാഅത്തായിട്ട് നിർവഹിക്കുക എന്നുള്ളത്. ഇനി എന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ടുകളോ കാരണത്താൽ നമുക്ക് വല്ല തടസ്സങ്ങളും ഉണ്ടെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? സ്വല്ലി ഖായിമൻ ഫഇൻ ലം തസ്തതി' ഫഖാഇദൻ ഫഇൻ ലം തസ്തതി' ഫഅലാ ജംബിൻ. നീ നിന്ന് നിസ്കരിക്കുക. നിനക്ക് അതിന് പറ്റുന്നില്ല എങ്കിൽ നീ ഇരുന്ന് നിസ്കരിക്കുക. നിനക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ, ബുദ്ധിമുട്ടാണെങ്കിൽ നീ കിടന്ന് നിസ്കരിക്കുക. ഇങ്ങനെ ഏത് അവസ്ഥയിലും അള്ളാഹുവിനോടുള്ള ആ കടമ, ആ ബാധ്യത നമ്മൾ നിർവഹിക്കണം. രണ്ടാമത്തെ എന്താണ്? സക്കാത്താണ്. അടുത്തതായിട്ടുള്ളത് സക്കാത്താണ്. നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്തിന്റെ ഉടമസ്ഥ യഥാർത്ഥത്തിൽ ആരാണ്? മിൻ മാലില്ല എന്ന ഖുർആനിൽ പറഞ്ഞത്. അള്ളാഹുവിന്റെ സമ്പത്ത്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അനന്തരാവകാശ നിയമത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഒരാളുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് അയാളുടെ ഇഷ്ടത്തിനല്ല, അള്ളാഹുവിന്റെ നിയമത്തിനാണ്. കാരണം സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ സമ്പത്തിൽ നിന്ന് കൃത്യമായ ഒരു ഹൗല് തികയുമ്പോൾ, ഒരു വർഷം തികയുമ്പോൾ അവന് ഇത്ര ഓരോ സമ്പത്തിലും, സ്വർണത്തിലാണെങ്കിൽ, വെള്ളിയിലാണെങ്കിൽ, കൃഷിയിലാണെങ്കിൽ, ഓരോന്നിൻ്റെയും കണക്കനുസരിച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഇത് അള്ളാഹുവിനോട് നമ്മൾ വീട്ടേണ്ട കടമയിൽപ്പെട്ടതാണ്. അടുത്ത എന്താണ്? നോമ്പ് നോൽക്കുക എന്നുള്ളത്. റമളാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പ് നോൽക്കുക. അഥവാ ഫജ്ർ മുതൽ മഗ്രിബ് വരെ, ഖുറൂബ് ശംസ് വരെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മുടെ ഭക്ഷണ പാനീയങ്ങളും അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുക. അതുപോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇളവിലൂടെയാണ് പറഞ്ഞത്. എങ്ങനെ? വമൻ കാന മരിയദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. ഒരാൾ രോഗിയാണ് അല്ലെങ്കിൽ ഒരാൾ യാത്രക്കാരനാണ്, അവനെന്ത് ചെയ്തോട്ടെ? നോമ്പ് ഒഴിവായിക്കോട്ടെ. അള്ളാഹുക്ക് വേണമെങ്കിൽ എന്ത് പറയാ? നിർബന്ധമായിട്ട് നോൽക്കണം എന്ന് പറയാം. അപ്പൊ എന്താണ്? നമ്മുടെ മേലെ ബാധ്യത നമ്മൾ ചെയ്യണം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും എളുപ്പത്തിലാണ് അവനോടുള്ള കടമകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ യാത്രയോ രോഗമായിട്ട് നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഒഴിവാക്കിയിട്ട് പിന്നെ ഒരു ദിവസം ആ എണ്ണം നോമ്പെടുത്താൽ മതി എന്ന് പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ അവസാനത്തെ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളിൽപ്പെട്ട കാര്യമാണ് ഹജ്ജുൽ ബൈത്ത്. അള്ളാഹുവിന്റെ ഭവനത്തിൽ കഅബയിൽ അവിടെ പോയി, മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. അതും ഒരാൾക്ക് ആരോഗ്യമുള്ള, സമ്പത്തുള്ള, ശേഷിയുള്ള, അതിനുള്ള സൗകര്യമുള്ള അവസ്ഥയിൽ ഇസ്തിതാഅത്തുണ്ടെങ്കിൽ അവൻ ഹജ്ജ് നിർവഹിക്കുക. ജീവിതത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി, നിർബന്ധമായിട്ടുള്ളത് ആ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ കടമയിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഓരോ കർമ്മങ്ങളും അള്ളാഹുവിന്, നമ്മുടെ റബ്ബായിട്ടുള്ള, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മേലെ പൂർണ്ണ അധികാരമുള്ളവനാണ് റബ്ബ്. നമ്മുടെ മേലെ പൂർണ്ണമായ അധികാരം. ഒരാള് അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോഴും നിഷേധിക്കുമ്പോഴും അവൻ പറയുന്ന കാര്യം എന്താണ്? അവൻ അറിയിക്കുന്ന ഒരു കാര്യം എന്താണ്? അവൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളെ, ഇപ്പോഴത്തെ യുവാക്കളെയും മറ്റുമെല്ലാം വളരെയധികം പിടിച്ചിട്ടുള്ള വലിയൊരു ശുബ്ഹത്താണ് ഇൽഹാദ് എന്നുള്ളത്, നിരീശ്വരവാദം എന്നുള്ളത്. ആ ആളുകൾ ഇത്രത്തോളം കുഫറിന്റെയും കിബറിന്റെയും അഹങ്കാരത്തിന്റെയും നിഷേധത്തിന്റെയും വാക്കുകളാണ് അവർ പറയുന്നത്. അവർക്കൊക്കെ ഒരു ധാരണ എന്താണ്? എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം, അതനുസരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. ബുദ്ധിയുള്ള ആളുകൾ ആലോചിച്ചു കഴിഞ്ഞാൽ അവന്റെ ജനനത്തിലോ അവന്റെ വളർച്ചയിലോ ഇത് സംസാരിക്കുമ്പോൾ പോലും അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനത്തിലോ പോലും എന്തില്ല, അവരുടെ അധികാരമില്ല. അപ്പൊ അള്ളാഹിനെ നിഷേധിക്കുന്ന ഒരുത്തനോട് പറയാണ് നീ നിന്റെ ഹൃദയത്തിന്റെ വെടിപ്പ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് സാധിക്കില്ല. നിന്റെ കിഡ്നി ശുദ്ധീകരിക്കുന്ന രക്തത്തിന്റെ അളവ് നീ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് സാധിക്കില്ല. ഒന്നുകിൽ മലമൂത്ര വിസർജനം ഒന്ന് നീ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് സാധിക്കില്ല. അത്രയും ദുർബലനാണ്. എന്നിട്ട് അവൻ അഹങ്കാരം കാണിക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിക്കുക എന്നുള്ളതും അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, ഫമൻ സഹ്സിഅ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതും അവനാണ് യഥാർത്ഥ വിജയി എന്ന് നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് കാണാം. അപ്പൊ അള്ളാഹുവിന് നമ്മുടെ മേലെയുള്ള അവകാശത്തിൽ
ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതും എന്താണ്? അത് തൗഹീദാണ്. അത് തൗഹീദാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, എന്താണ് അള്ളാഹുവിന് അടിമകളുടെ മേലുള്ള അവകാശം, അടിമകൾക്ക് അള്ളാഹുവിന് ലഭിക്കേണ്ട ഔദാര്യമായിട്ടുള്ള കാര്യം അവകാശം എന്ന് പഠിപ്പിച്ചെടുത്ത് പറഞ്ഞാൽ എന്താ? അടിമകളിൽ നിന്ന് അള്ളാഹു ലഭിക്കേണ്ട അവകാശം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു തിരിച്ചു നൽകുന്ന എന്താണ്? അങ്ങനെയുള്ളവർക്ക് അള്ളാഹു തആല ശിക്ഷയൊന്നും ശിക്ഷിക്കാതെ അവരെ ഒഴിവാക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അള്ളാഹുവിനോടുള്ള ബാധ്യത. രണ്ടാമത്തേത് അൽ ഹഖ്ഖു ത്സാനി ഹഖ്ഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹഖ്ഖാണ്. ഈ ഓരോന്നും വിശദമായ രീതിയിൽ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ ദീന് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. രണ്ടാമത്തേത് അള്ളാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് നിയോഗിച്ച റസൂൽ, ആ റസൂലിനോടാണ് സൃഷ്ടികളിൽ നമ്മൾ ഏറ്റവും കടമപ്പെട്ടിട്ടുള്ളത്. നാം നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റാരേക്കാളും നാം സ്നേഹിക്കേണ്ടത് ആരെയാണ്? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹു തആല നമുക്ക് നിയോഗിച്ച ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. അല്ലാഹു തആല സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞു, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നബിയെ താങ്കളെ നാം നിയോഗിച്ചത് ഒരു സാക്ഷിയായിക്കൊണ്ടാണ്, ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നതിനായിക്കൊണ്ടാണ്, ഒരു താക്കീതുകാരനായിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടിയാണത്. അതുപോലെ തന്നെ അള്ളാഹുവിനും റസൂലിനും വിശ്വസിക്കാനും ആ റസൂലിനെ പിന്താങ്ങാനും ആ റസൂലിന് എല്ലാവിധ ആദരവും നൽകാൻ വേണ്ടിയിട്ടാണത്. അപ്പൊ അല്ലാഹു തആല നമുക്ക് അള്ളാഹുവിനെ അറിയിക്കാനും അള്ളാഹുവിന്റെ കലാമു പാരായണം ചെയ്തു തരാനും അള്ളാഹുവിന്റെ ദീനി നിയമങ്ങൾ പഠിപ്പിക്കാനും നമുക്ക് നിയോഗിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവകാശങ്ങൾ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മുടെ മേലുള്ള അവകാശങ്ങൾ നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടതായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൊന്നാണ് എന്ത്? മറ്റാരേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്. മറ്റാരേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല അവന്റെ മാതാപിതാക്കളെക്കാളും അതുപോലെ അവന്റെ സന്താനങ്ങളെക്കാളും എല്ലാവരെക്കാളും ഞാൻ അവന് ഇഷ്ടപ്പെട്ടതാകാതെ എന്താവുകയില്ല? ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീട്ടിൽ കൊടുക്കേണ്ട കടമയാണ്. മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ശരീഅത്തിനെയും ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ്. നോക്കൂ, ഖുറൈശികൾ ഹുദൈബിയ സന്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കൂടി ഉംറയ്ക്ക് വേണ്ടി പോയ സന്ദർഭം ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞു. അങ്ങനെ ആ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞ സന്ദർഭത്തിൽ ഉർവത്ത് ബിൻ മസ്ഊദ് ഖുറൈശികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സംസാരിക്കാൻ വേണ്ടി, സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന ആളാണ്. ആ ഉർവത്ത് ബിൻ മസ്ഊദ് തിരിച്ച് മുശ്രിക്കീങ്ങളുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ദഖൽതു അലൽ മുലൂകി കിസ്റാ വഖൈസർ വന്നജാശി ഫലം അറ അഹദൻ യുഅദ്ദിമുഹു അസ്ഹാബുഹു മിസ്ല മാ യുഅദ്ദിമു അസ്ഹാബു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കിസ്റ, കൈസർ, നജാഷി അഥവാ റോമിലെയും പേർഷ്യയിലെയും അബുസീനിയയിലെയും രാജാക്കന്മാരുടെ അടുത്ത് സംസാരിക്കാൻ ദൂതനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ അനുചരന്മാർ ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്നത് പോലെ ഒരു രാജാവിനെയും ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് പറയാണ്, ഇദാ അമറഹും ഇബ്തദറു അംറഹു. എന്തെങ്കിലും ഒരു കാര്യം റസൂൽ കൽപ്പിച്ചാൽ അത് നിർവഹിക്കാൻ വേണ്ടി അവർ ധൃതി കാണിക്കും. വൈദാ തവദ്ദഅ കാദൂ യഖ്തതിലൂന അലാ വദൂഇഹി. എന്തെങ്കിലും വുദു എടുത്തു കഴിഞ്ഞാൽ ആ വുദുവിന്റെ വെള്ളം, ബാക്കിയുള്ള വെള്ളത്തിന് വേണ്ടി അവർ മത്സരിക്കുമായിരുന്നു. വൈദാ തകല്ലമ ഖഫദു അസ്വാതഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ തുടങ്ങിയാൽ ബാക്കിയുള്ളവർ അവരുടെ ശബ്ദം താഴ്ത്തും. ഒരാളും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കുമായിരുന്നില്ല. ബഹുമാനം കാരണത്താൽ
തുറിച്ചു നോക്കുക പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയായിരുന്നു സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചിരുന്നതും ആദരിച്ചിരുന്നതും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. മരണപ്പെട്ടതിന് ശേഷം എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെയും അതുപോലെ ആദരവോടുകൂടി കൊണ്ടു നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള അറിയിപ്പുകളുണ്ട്. ഇപ്പൊ ഖുർആനിലൂടെയും ഹദീസിലൂടെയും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി അന്ത്യനാളുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അറിയിച്ച കാര്യങ്ങളെയെല്ലാം എന്ത് ചെയ്യണം? സത്യപ്പെടുത്തണം. അതെല്ലാം അതുപോലെ വിശ്വസിക്കണം. അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കണം. വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയും വേണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അഥവാ എന്തെങ്കിലും ഒരു വിഷയം വന്നു, നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും ഒരു വിഷയം വന്നു, ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ വന്നു, ആ സമയത്ത് നമ്മൾ എന്താ പരിശോധിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു എന്നാണ് നോക്കേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ, സൂറത്തുൻ നിസായിൽ, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിന്റെ റബ്ബാണ്, അവർ ഈമാനുള്ളവരായില്ല, അവർ വിശ്വാസികളാവില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു, എന്തെങ്കിലും ഒരു വിഷയത്തിൽ വിധി തേടേണ്ട അവസ്ഥ വന്നു, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നിന്റെ അടുക്കലേക്ക് വിധി തേടി വരാതെ, ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما, പിന്നെ ആ വിധി, നീ പറഞ്ഞ വിധിയുടെ മേലെ അവർക്ക് എന്തുണ്ടാകാൻ പാടില്ല? ഒരു ഇഷ്ടക്കേട് ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായി അതിൽ കീഴൊതുങ്ങിയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തിൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയിൽ പൂർണ്ണമായി കീഴൊതുങ്ങിയിരിക്കണം. പിന്നെ അതിലൊരു എന്നാലും ശരിയായില്ല, ഒരു ഇഷ്ടക്കേട് ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അതുപോലെ സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പല ആളുകളും വാദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെന്ന് ചോദിച്ചാൽ അവർ അല്ലാഹുവിനെയാണെന്ന് പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പരീക്ഷണമായിട്ട് ഇറങ്ങിയ ആയത്താണ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നിങ്ങൾ പിൻപറ്റണം, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ഹക്കിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീനിനെ, ശരീഅത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ദീനിനെയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരെങ്കിലും ആരോപണങ്ങൾ അല്ലെങ്കിൽ കള്ളവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രതിരോധിക്കുക എന്നുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെതിരായിക്കൊണ്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്. അത് ഇസ്ലാമിക ഒരു ഭരണകൂടത്തിന് കീഴിലാണെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇൽമിയായിട്ടുള്ള വൈജ്ഞാനികമായ ചർച്ചകളിലൂടെയാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും ആ ദീനിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെയും പ്രതിരോധിക്കണം. അതൊരാളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു മുഅ്മിനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാണ്, നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടതാണ്. മൂന്നാമത്തേത് അൽ ഹഖ്ഖു സാലിസ്, മൂന്നാമത്തെ അവകാശം ഹഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ അവകാശങ്ങളാണ്. മാതാപിതാക്കളുടെ അവകാശങ്ങളാണ്. അപ്പോൾ അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ സൃഷ്ടികളിൽ നമ്മൾ ഏറ്റവും കടമപ്പെട്ടിട്ടുള്ള, നമ്മുടെ ഏറ്റവും കടമകൾ നിർവഹിക്കേണ്ട ആളുകൾ ആരാണ്? മാതാപിതാക്കളാണ്. കാരണം നാം ഇവിടെ ജനിക്കാൻ കാരണക്കാരായിട്ടുള്ള, നമ്മൾ ഇന്ന് ഇത്ര ഒരു ആരോഗ്യത്തോടു കൂടി നിൽക്കാൻ, നമ്മൾ ഈ വളരാൻ ഒരുപാട് ത്യാഗവും ബുദ്ധിമുട്ടുകളും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സഹിച്ചിട്ടുള്ള ആളുകളാണ് ആര്? നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ അവരോടുള്ള കടമകൾ ദീൻ ധാരാളം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല ഉമ്മാനോട് അതിൽ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്, ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണം, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഓരോ ഉമ്മയും ഒരു കുട്ടിയെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വസീയത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ച കാര്യമാണ് മാതാപിതാക്കളോട് നിങ്ങൾ നിങ്ങളുടെ കടമകൾ നിർവഹിക്കണം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു,
ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. അള്ളാഹു പറയാണ്, നാം ഇതാ വസിയത്ത് നൽകുന്നു, മനുഷ്യന് വസിയത്ത് നൽകുകയാണ് അവരുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ. അവൻ്റെ ഉമ്മ ക്ഷീണത്തിന്മേൽ ക്ഷീണം സഹിച്ച് 2 വർഷം മുലപ്പാൽ നൽകിയിട്ടാണ് അവനെ വളർത്തിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയാൻ, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾക്കും. അതായത് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറഞ്ഞു, അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ് മാതാപിതാക്കളോട് നന്ദി കാണിക്കുക എന്നുള്ളത്. അത് മാതാപിതാക്കൾ നമ്മൾ നൽകേണ്ട അവകാശമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു തആല പറഞ്ഞത് നോക്കൂ, വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹു തൗഹീദിനെ പറ്റി പറഞ്ഞതിന് ശേഷം വഖവാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അള്ളാഹു അതാ കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നിട്ട് പറയാണ് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം. അത് വാക്കുകൊണ്ടാണെങ്കിലും പ്രവർത്തനം കൊണ്ടാണെങ്കിലും സമ്പത്ത് കൊണ്ടാണെങ്കിലും. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. അവരിൽ 2 പേരോ അതിൽ ഒരാളോ പ്രായാധിക്യത്തിൽ വയസ്സായിട്ട് നിന്റെ അടുക്കൽ വരികയാണെങ്കിൽ, കാരണം വയസ്സാവും മനുഷ്യൻ എന്താവും, ദുർബലനാവും. നല്ല ആരോഗ്യവും സമ്പത്തൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ മക്കളുടെ ഒരു സഹായമില്ലെങ്കിലും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ പറ്റിയെന്ന് വരും. പക്ഷെ മനുഷ്യൻ വാർദ്ധക്യത്തിൽ എന്താവും, അവന് ക്ഷീണിച്ചു പോകും, അവന് ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ സമയത്ത് പിന്നെ അവന് മാതാപിതാക്കൾക്ക് മക്കളുടെ സഹായം ആവശ്യമുണ്ടാവും. അതുകൊണ്ടാണ് പ്രത്യേകം ആ പ്രായം പറയുന്നത്. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ പിന്നെ അവർ നിങ്ങളുടെ അടുക്കൽ ഒരാളോ 2 ആളോ ഉണ്ടാവുകയാണ്, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഉഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരസം കാണിക്കുന്നതിൻ്റെ, ഒരു വെറുപ്പ് കാണിക്കുന്നതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഉഫ് എന്ന് പറയുന്നത്. അതുപോലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. എന്നിട്ട് പറയാണ് വലാ തൻഹർഹുമാ, അവരെ ചീത്ത പറയുന്ന ആട്ടിയകറ്റുന്ന അവസ്ഥ ഉണ്ടാവരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, ഏറ്റവും എന്താ പറയുക, ഏറ്റവും നല്ല മാന്യമായ വാക്ക് അവരോട് പറയുക. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അവർക്ക് ചിറകുകൾ താഴ്ത്തി കൊടുക്കുക. അഥവാ അവരുടെ മുമ്പിൽ കൈകൾ, ഇതിനെ മുഫസ്സിറുകൾ പറഞ്ഞാൽ ഹഖീഖിയായിട്ട് ചിറക് എന്ന് ഉദ്ദേശിച്ചത് കൈകളെയാണ്. അവരുടെ മുമ്പിൽ കൈകൾ താഴ്ത്തി എല്ലാ രീതിയിലും വിനയം കാണിച്ചുകൊണ്ട് നിൽക്കണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ള ദുആ അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ മാതാപിതാക്കൾ, സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ നാം പലപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള സംഭവമാണ് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി റഹിമഹുല്ലാഹ്. അദ്ദേഹം അള്ളാഹുവിന്റെ വലിയ ധാരാളം മുസ്തജീബ് ദുആ, അദ്ദേഹം ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞാൽ അതുപോലെ അള്ളാഹു നടത്തി കൊടുക്കും. അതിൽ പെട്ട ആളാണ് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി. അദ്ദേഹത്തെ പറ്റി സലഫുകൾ പറഞ്ഞത് കാണാം. അദ്ദേഹം വളരെ സ്വാലിഹായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി സലഫുകൾ പറഞ്ഞത് കാണാം, അദ്ദേഹത്തിന് സ്വഹാബി ആകാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ യമനിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ആര്? ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി. ആ വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് ഒരു നിമിഷം കണ്ടാൽ ആ വ്യക്തിയുടെ ദർജ എന്തായി? സ്വഹാബിയായ ദർജയായി, സ്വഹാബിയാകും. സൽഫുകൾ പറയാറുണ്ട്, ഒരൊറ്റ കാര്യമാണ് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി തടസ്സമായത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉമ്മ ഉണ്ടായിരുന്നു, പ്രായമുള്ള ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞാൽ ആ ഉമ്മാനെ നോക്കാൻ ആളുണ്ടാവില്ല, ഉമ്മാക്ക് പുണ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സഹാബിയാകേണ്ട കാര്യം മാറ്റി ഉമ്മാനെ നോക്കി അവിടെ നിന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുഷ്ഠം ബാധിച്ചൊക്കെ മാറ്റി കൊടുത്തു. അതിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? അതിലേറ്റവും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീ ലഭിച്ചിട്ട് മദീനത്തിരുന്നു കൊണ്ട് ഉമർ റളിയല്ലാഹുവിനോടും അലി റളിയല്ലാഹുവിനോടൊക്കെ പറയാണ്, ഒരാൾ വരാനുണ്ട്. ഖർന് ഗോത്രത്തിൽ നിന്ന്, യമനിൽ നിന്ന് ഒരാൾ വരും. ഉവൈസ് ഇബ്നു ആമിർ എന്നാണ് അയാളുടെ പേര്. എന്നിട്ട് പറയാണ്, അവനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവനോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കോളയും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടിക്കോളയും. അവർ ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യുന്നവനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് ഈ സ്വഹാബികൾ ഹജ്ജിനോ മറ്റോ യമനെന്ന ആളുകൾ വരുമ്പോൾ ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹു ഇങ്ങനെ ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ? അവർ യമനെന്നൊരു കൂട്ടം വന്നപ്പോൾ
അവരുടെ ഇടയിൽ ഉവൈസ് ഇബ്നു അമൽഖറിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, താൻ അള്ളാഹുവിന്റെ അടുക്കൽ ഇത്ര സ്ഥാനമുള്ള ആളാണെന്ന് അദ്ദേഹത്തിന് അറിയുന്നതുകൊണ്ട് തന്നെ ആളുകളിൽ അറിയപ്പെടാൻ ശ്രദ്ധിക്കുമായിരുന്നില്ല. ആളുകളുടെ ഇടയിൽ ഒരു നാട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് മാറിപ്പോകുമായിരുന്നു, വേറെ നാട്ടിൽ പോയി താമസിക്കുമായിരുന്നു. അപ്പോൾ യമനിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവരുടെ ഇടയിൽ വലിയൊരു സ്ഥാനമൊന്നുമില്ല, അറിയപ്പെട്ട ഒരാളൊന്നുമല്ല. അപ്പോൾ ഉവൈസ് പറഞ്ഞു, ഞങ്ങളുടെ ഒട്ടകങ്ങളൊക്കെ അവിടെ കെട്ടിയിടാൻ, യാത്രക്കാരുടെ ഒട്ടകത്തിന് മൃഗങ്ങളൊക്കെ കെട്ടിയിടുന്ന അത്ര ഒരാളായിട്ട് അവിടെ ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ട് പറഞ്ഞു. ഞാൻ ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹു പോയി ചോദിച്ച് ഉവൈസ് ആണോ എന്ന് ചോദിച്ച് ഉറപ്പാക്കിയിട്ട് ഈ സംഭവം പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഉവൈസ് ഇബ്നു അമൽഖറിനെ കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം അവിടുന്ന് ശ്രദ്ധയിൽപ്പെടാതെ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം മാറിപ്പോയി എന്നാണ്. അപ്പോൾ ഉമ്മാനെ നോക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ സ്ഥാനം ഉയർന്നത് എന്ന് ഹദീസുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ മഹത്തായ കാര്യമാണ് മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക എന്നുള്ളത്. അത് പല ആളുകൾക്കും, ചില ആളുകൾ ഇപ്പോൾ ഐച്ഛികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉമ്മാനോടുള്ള പുണ്യം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അത് ശരിയല്ല. ഉമ്മാനോട് പുണ്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ വല്ല നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാത്രി നിസ്കരിക്കാന്ന് വിചാരിക്കുക. രാത്രി നിസ്കരിക്കുന്ന ഒരാളാണ്. അപ്പോൾ രാത്രി നിസ്കരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഉമ്മാക്ക് വയ്യ. അപ്പോൾ ഉമ്മാക്ക് എന്തെങ്കിലും സഹായത്തിനായിട്ട് ചെയ്യേണ്ട സന്ദർഭം. അപ്പോൾ അയാൾ വിചാരിക്കാണ്ട് രാത്രി നിസ്കാരം പോകും, അപ്പം ഉമ്മാനെ ഇതാക്കണ്ട, ഞാൻ രാത്രി നിസ്കരിക്കട്ടെ. അയാൾക്ക് അറിവില്ലാത്ത ആളാണ്. കാരണം ആ രാത്രി നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അമലാണ് എന്താ അവിടെ? ഉമ്മാനെ നോക്കുക എന്നുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിൽ മാതാവിന് പുണ്യം ചെയ്യുന്നതിനേക്കാൾ ഒരു അമലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ ഖുർആനിലെ ധാരാളം സന്ദർഭങ്ങളിൽ അല്ലാഹു തആല ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടായി, യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. വീണ്ടും ചോദിച്ചു, സുമ്മ ഐ, പിന്നെ എന്താണ്? അപ്പോൾ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യില്ല. പിന്നെ ചോദിച്ചു, പിന്നെ എന്താണ്? വൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് എന്ന് പറഞ്ഞു. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് മഹത്തരമായിട്ടുള്ള ഹക്കാണ്. അത് വീട്ടിൽ കൊടുക്കേണ്ട നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ്. അതിലൊരിക്കലും അലംഭാവം കാണിക്കരുത്. അടുത്തത് അൽ ഹഖുർ റാബി', നാലാമത്തേത് ഹഖുൽ ഔലാദ്, മക്കളുടെ അവകാശം അഥവാ മക്കളോട് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട കടമ. ഈ കടമ അവകാശം എന്നുള്ള വാക്കുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെ പറ്റിയാണോ പറയുന്നത് അയാൾക്ക് ലഭിക്കേണ്ട അവകാശവും നമ്മൾ ചെയ്യേണ്ട കടമ എന്ന അർത്ഥത്തിലാണ്. അതായത് അള്ളാഹുവിനോടുള്ള ഹക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം, റസൂലിന് ലഭിക്കേണ്ട അവകാശം, മാതാപിതാക്കൾക്ക് നമ്മളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം, നമ്മൾ ചെയ്യേണ്ട കടമ. അതുകൊണ്ടാണ് ആ രണ്ട് പദങ്ങൾ ഒരുമിച്ച് പറയുന്നത്. അടുത്ത മക്കളോടുള്ള കാര്യമാണ്. മക്കൾ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. പരീക്ഷണം എന്ന നിലയിൽ നൽകുന്നതാണ്. പരീക്ഷണം എന്ന നിലയിൽ ദുനിയാവിന്റെ അലങ്കാരമായിട്ട് അള്ളാഹു നൽകുന്ന കാര്യമാണ് സന്താനങ്ങൾ എന്നുള്ളത്. അത് ചില കടമകൾ നമുക്ക് അവരോടുണ്ട്, അത് നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നരകത്തിൽ നിന്ന് അവരെ കാത്തു സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, അവരെ ഹറാമ് ഭക്ഷിപ്പിക്കാതിരിക്കുക എന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, മറ്റുള്ള കടമകൾ, ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനോടുള്ള കടമകൾ അത് പഠിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ സ്വന്തത്തെ നരകത്തിൽ രക്ഷിക്കണം. അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. അതിനോടൊപ്പം എന്ത് ചെയ്യണം? നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും അതുപോലെ മാതാപിതാക്കളെയും അതുപോലെ ആരൊക്കെയാണോ ആ കുടുംബത്തെയും, അതിൽ ഏറ്റവും കുടുംബത്തിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ അനന്തരമായി വരുന്ന നമ്മുടെ മക്കൾ തന്നെയാണ്, അവരെയും നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ, നിങ്ങളിൽ ഓരോരുത്തരും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. അഥവാ ഒരു ആട്ടിടയന് ആടുകളുടെ ഉത്തരവാദിത്തമുള്ള പോലെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓരോന്നും നിങ്ങളോട് ചോദിക്കും. നാളെ നമ്മളോട് ചോദിക്കും, നിന്റെ മക്കളുടെ വിഷയം, നിനക്ക് ഞാൻ തന്ന മക്കളുടെ വിഷയത്തിന് എന്ത് ചെയ്തു എന്ന് അല്ലാഹു ചോദിക്കും. അൻബഇയത്തി, അവന്റെ കീഴിൽ അതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വറജുലു റാഇൻ ഫീ അഹ്ലിഹി വമസ്ഊലുൻ അൻ റുഇയതിഹി, ഒരു വ്യക്തി അവന്റെ കുടുംബത്തിന്റെ മേലെയുള്ള ഉത്തരവാദിത്തമുള്ളതാണ്.
അവൻ്റെ കുടുംബത്തിനെ കുറിച്ച് നാളെ അവനോട് ചോദിക്കും. നീ നിന്റെ ഭാര്യയോട് ചെയ്തത്, നിന്റെ മക്കളോട് ചെയ്തത്, അതുപോലെ നിന്റെ സമ്പത്ത്, അങ്ങനെ ഓരോ കാര്യം നമ്മുടെ കീഴിലുള്ള ആരൊക്കെയാണോ, നമ്മുടെ മേലെ ഏൽപ്പിച്ചിട്ടുള്ള ആരൊക്കെയാണോ അവരുടെ വിഷയത്തിൽ ചോദ്യം ചോദിക്കപ്പെടുക ചെയ്യും. അതിന് അവർ എന്ത് ചെയ്യണം? നമ്മൾ മറുപടിയായി അതിന് ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങിയിരിക്കണം. അതുപോലെ മക്കളോടുള്ള കടമകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാളെ മക്കൾ നമ്മോടൊപ്പം മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് ചേരാൻ അതൊരു കാരണമാവുകയും ചെയ്യും. അഥവാ മാതാപിതാക്കൾ സ്വാലിഹ്യങ്ങളാണെങ്കിൽ, നമ്മൾ നന്നാവുകയാണെങ്കിൽ, ആ മക്കൾ അടിസ്ഥാനപരമായിട്ടുള്ള ഈമാൻ ഉള്ളവരാണെങ്കിൽ, അമലുകളിൽ മാതാപിതാക്കളെക്കാളും കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ആ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമ്മുടെ ഒപ്പം ഉയർത്തും. അതായത് പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നന്നാവുക എന്നുള്ളതും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക എന്നതിൻ്റെ ഒരു അനന്തരഫലം ആർക്കുണ്ടാവും? നമ്മുടെ മക്കൾക്കും ഉണ്ടാകും. ഈ ആയത്ത് ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. സൂറത്ത് തൂറിലെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വല്ലദീന ആമനു വത്തബഅത്ഹും ദുർരിയ്യത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തുഹും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വസിച്ച ആളുകൾ, അവരെ പിൻപറ്റിയ അവരുടെ മക്കൾ, ആ മക്കളെ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ച ആളുകളുടെ ഒപ്പം ചേർക്കും. അവർക്ക് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടും. അഥവാ മക്കൾ ഉപ്പാന്റെ അത്ര അമൽ ചെയ്തിട്ടില്ല, മാതാപിതാക്കൾ അത്ര മക്കൾ അമൽ ചെയ്തിട്ടില്ല, പക്ഷെ ഈമാനുണ്ട്. ആ മാതാപിതാക്കൾ അത്ര ഈമാനുള്ള അമലായി നല്ല രീതിയിൽ ജീവിച്ചു എന്നുകൊണ്ട് തന്നെ ഈ മക്കളെ അവരോടൊപ്പം ചേർത്തുന്ന ഒരവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നന്നാവുക എന്നുള്ളതും മക്കൾക്ക് നമ്മൾ ചെയ്യുന്ന നന്മയിൽ പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മക്കളെ നല്ല രീതിയിൽ അവരോടുള്ള കടമകൾ നിർവഹിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ദീനിയായ വിജ്ഞാനം നൽകുക എന്നുള്ളത് ഖബറിൽ കിടക്കുമ്പോഴും, അഥവാ അമലുകൾ മുറിഞ്ഞു പോയാൽ പോലും നമുക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയുന്ന ഹദീസാണ്, ഇദാ മാതൽ അബ്ദു അൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു അടിമ മരണപ്പെട്ടാൽ അവന്റെ 3 കർമ്മങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കർമ്മവും മുറിഞ്ഞുപോയി. ഒന്നെന്താണ്? സദഖത്തുൻ ജാരിയത്തുൻ, നിലനിൽക്കുന്ന സദഖ. 2 ഔ ഇൽമിൻ യുൻതഫഉ ബിഹി മിൻ ബഅദ്, അവന്റെ ശേഷം അവന്റെ ഇൽമ്, അവന്റെ എഴുതി വെച്ച കിതാബുകളോ അവൻ പഠിപ്പിച്ചതോ ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അവ്വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, എന്താണ്? സ്വാലിഹായ ഒരു മകൻ അവന് വേണ്ടി ദുആ ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഉലമാക്കൾ ഈ മകനെ വരാനുള്ള കാരണം പറഞ്ഞാൽ എന്താ അറിയോ? മകൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ അവന്റെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. മക്കൾ എന്നുള്ളത് അവന്റെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. ആ മക്കൾ നല്ലതാവാൻ, സ്വാലിഹാവാൻ മാതാപിതാക്കൾക്ക് വലിയൊരു ഘടകം അവിടെ ഉണ്ട്, വലിയൊരു ഘടകമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ മക്കളുടെ ദുആ ഈ മനുഷ്യർക്ക് മാതാപിതാക്കൾ ഖബറിൽ കിടക്കുമ്പോഴും കിട്ടുന്നത്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ പല ആളുകളും മക്കൾക്ക് ആവശ്യമായ ഭക്ഷണം നൽകാൻ, അവന് ഇഷ്ടമുള്ള വാഹനം വാങ്ങിക്കൊടുക്കാൻ, അവന് ഇഷ്ടമുള്ള ബാക്കിയുള്ള ഭൗതികമായ കാര്യങ്ങൾ ഒരുക്കാൻ അവർ വളരെയധികം താല്പര്യം കാണിക്കും. എൻ്റെ മകൾ ആരുടെ മുമ്പിലും കുറഞ്ഞു പോകരുത്, അവർ നല്ല വസ്ത്രം ധരിച്ചിരിക്കണം, നല്ല വാഹനം അവനുണ്ടാവണം, അവനൊരു കുറവുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ നാളെ പരലോകത്തേക്ക് അവരെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഏറ്റവും പല മാതാപിതാക്കളും മക്കളോടുള്ള സ്നേഹം കാണിക്കണ എങ്ങനെ അറിയോ? പ്രായപൂർത്തിയൊക്കെ എത്തിയിട്ടുള്ള മക്കളെ രാവിലെ ഫജ്റിന് വിളിക്കാൻ നിന്നാൽ പാവം ഉറങ്ങിക്കോട്ടെ, കുറച്ചേരം കൂടി ഉറങ്ങിക്കോട്ടെ, വിളിക്കേണ്ട ആവശ്യമില്ല, കുറച്ചേരം കൂടി ഉറങ്ങിക്കോട്ടെ, വിളിക്കണ്ട എന്നാണ് മക്കളോടുള്ള സ്നേഹം. അല്ലെങ്കിൽ മകൾ എന്തെങ്കിലും ഹറാമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയിലുള്ള വേഷം ധരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമ് ചെയ്യാൻ, കാണാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? മക്കളോടുള്ള സ്നേഹം കൊണ്ട് അത് ചെയ്യും. ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന പെൺമക്കളോ ആൺമക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിലെ ആളുകളുടെ അവസ്ഥ എന്താണ്? ടൂർ പോകണമെങ്കിൽ ആ അവരുടെ ഇഷ്ടമല്ലേ നടത്തി കൊടുക്കുക. ഇതാണ് ഇന്നത്തെ മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത്. അതല്ല, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുമ്പോഴാണ് ഏത് സ്നേഹത്തിനും വിലയുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ സ്നേഹിക്കുന്ന സ്നേഹം അതുകൊണ്ട് വേദനയല്ലാതെ ഒന്നും ഉണ്ടാകില്ല. ഇനി മക്കളോടുള്ള നമ്മുടെ കടമകളിൽ പെട്ട, അല്ലെങ്കിൽ മക്കളുടെ അവകാശത്തിൽപ്പെട്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നിൽ കൂടുതൽ മക്കളുണ്ടാവും പല ആളുകൾക്കും. അവരുടെ ഇടയിൽ എന്ത് കാണിക്കരുത്? ഒരു വ്യത്യാസം കാണിക്കരുത്. അഥവാ ഒരു മകന് പ്രത്യേക സ്ഥാനം കൊടുക്കുക, അഥവാ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു മകന് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, സ്നേഹത്തിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ വ്യത്യാസം കാണിക്കുന്നത് മക്കൾക്കിടയിൽ കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന, അവരോട് ചെയ്യുന്ന ദുൽമിൽപ്പെട്ട കാര്യമാണ്. അതൊരിക്കലും ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമാൻ ഇബ്നു ബഷീർ അദ്ദേഹം വന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തിന് ഒരു അടിമയെ കൊടുത്തു.
അപ്പൊ അതിന് പിന്നെ അതുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ നിന്റെ ബാക്കിയുള്ള മക്കൾക്കൊക്കെ അതുപോലെ കൊടുത്തോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു, ഇത് തിരിച്ചെടുക്കണം, ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു സന്ദർഭത്തിൽ സാക്ഷിയായിട്ട് റസൂൽ നിങ്ങൾ വേണം പറഞ്ഞപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്, ഇതിന് ഞാൻ സാക്ഷി വെക്കൂല, ദുൽമിന് ഞാൻ സാക്ഷി വെക്കൂല എന്ന് പറഞ്ഞ സന്ദർഭം കാണാം. കാരണം മക്കൾക്കിടയിൽ ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഏറ്റക്കുറവ് കാണിക്കാൻ പാടില്ല. അതല്ലാതെ ചില മക്കൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ അവർക്ക് ഹാജത്തുകൾ നിർവഹിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു മകൻ അവനൊരു ജോലിക്ക് പോകണമെങ്കിൽ അവനൊരു വാഹനം വേണം, മറ്റേ മക്കൾ ചെറുതാണ്, അവർക്കൊരു ആവശ്യമില്ല. അപ്പോൾ ആ മകനൊരു ആവശ്യമായിട്ട് വരുമ്പോൾ ആ സാധനം കൊടുക്കുന്നുണ്ട്. എല്ലാ മക്കൾക്കും വാഹനം വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂണ്ടോ? ഇല്ല, അത് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു മകൻ വലുതായി, അവന് കല്യാണം കഴിക്കണം, എല്ലാ മക്കളും കൂടി ആയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുന്നതാണോ? അല്ല, ആ മകനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, നൽകാം. അതല്ലാതെ പിന്നെ സമ്മാനമായിട്ടും സ്നേഹമായിട്ടും എല്ലാം ചെയ്യുന്നതിൽ എന്ത് ചെയ്യാൻ പാടില്ല, പരസ്പരം വ്യത്യാസം കാണിക്കാൻ പാടില്ല. അഞ്ചാമത്തെ അവകാശം നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടത് ഹുഖൂഖുൽ അഖാരിബ്, നമ്മുടെ കുടുംബക്കാരോടുള്ള ബാധ്യതകളാണ്. കുടുംബക്കാരോട് ചില കടമ്പകളുണ്ട്. കുടുംബക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ വഴിയും ഉമ്മ വഴിയും ഉണ്ടാകുന്ന നമുക്ക് ബന്ധത്തിനാണ് എന്ത് പറയുന്നത്, കുടുംബക്കാർ എന്ന് പറയുന്നത്. റഹിം എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ബന്ധങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ മുഖേന ഉണ്ടാകുന്ന ബന്ധങ്ങൾ. അവർക്കുള്ള അവകാശങ്ങൾ നമ്മൾ വീട്ടിൽ കൊടുക്കണം. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറഞ്ഞു, വആതിദൽ ഖുർബ ഹഖഹു. നമ്മുടെ കുടുംബക്കാർക്ക് ചില അവകാശം നമ്മുടെ മേലെ. ചില ആളുകൾ കുടുംബത്തിലും മറ്റെല്ലാ സംസാരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവനെ ഞാനെന്തിനാ ചെയ്യണത്, അവനോട് എനിക്കെന്ത് ബാധ്യതയുള്ളത്, അപ്പൊ അങ്ങനെ ആ രീതിയിൽ സംസാരം ഉണ്ടാവും. അവർക്ക് ചില അവകാശങ്ങൾ ഉണ്ട്, ദീന് പഠിപ്പിച്ച അവകാശങ്ങളുണ്ട്, നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബക്കാരോട് ചില അവകാശങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ പോലെ തന്നെ ചിലപ്പോൾ സംസാരം കൊണ്ടായിരിക്കാം, സമ്പത്ത് കൊണ്ടായിരിക്കാം, മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് കുടുംബക്കാർക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ എന്താണ്, കുടുംബക്കാരോടുള്ള ബന്ധമാണ്. അള്ളാഹു തആല പറയാണ്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ. അള്ളാഹുവിനോടുള്ള കടമ പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു, പിന്നെ പറഞ്ഞു കുടുംബക്കാരോടുള്ളതാ. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് മഹത്തായിട്ടുള്ള ഒരു കർമ്മമാണ്. അത് സൃഷ്ടികളോട് ചെയ്യുന്നതിൽ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ഈ ഒരൊറ്റ ഹദീസ് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അള്ളാഹു സൃഷ്ടിപ്പ് നിർവഹിച്ചു കഴിഞ്ഞിട്ട് ഹത്താ ഇദാ ഫറഗ മിൻഹും ഖാമത്തുർ റഹിം, അങ്ങനെ സൃഷ്ടിപ്പ് പൂർണ്ണമായി നിർവഹിച്ചു. ആ സൃഷ്ടിപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ കുടുംബബന്ധം എഴുന്നേറ്റ് വന്നു. സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ജിന്നും മനുഷ്യനും മാത്രമല്ല, അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു സൃഷ്ടിച്ചതുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യമല്ല, അള്ളാഹു പ്രത്യേകം കാരുണ്യം, 100 കാരുണ്യത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, മരണം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ജീവിതം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ച കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ദാത്തില്ലാത്ത, രൂപം കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ, അതിൽപ്പെട്ട കാര്യമാണ് കുടുംബബന്ധം എന്നുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ കുടുംബബന്ധം എഴുന്നേറ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദാ മഖാമുൽ ആഇദ് ബിക മിനൽ ഖതീഅ, ഞാനിതാ ഇവിടെ എഴുന്നേറ്റുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മുറിക്കുന്നതിനെ തൊട്ട് രക്ഷ ചോദിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റെന്ന് പറഞ്ഞു. കുടുംബബന്ധം എഴുന്നേറ്റെന്ന് പറഞ്ഞു, എന്നെ മുറിക്കുന്നതിനെ തൊട്ട് രക്ഷ ചോദിക്കാൻ എഴുന്നേറ്റുന്നത്. അപ്പൊ അല്ലാഹു തആല തിരിച്ചു ചോദിച്ചു, നഅം, അതെ. അമാ തർദീന അൻ അസില മിമ്മൻ വസലക് വഖതഅ മൻ ഖതഅക്, നിനക്ക് തൃപ്തിയാവോ നിന്നെ ചേർത്തവനോട് ഞാൻ ബന്ധം വെക്കുകയും നിന്നെ മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിക്കുകയും ചെയ്താൽ നിനക്ക് തൃപ്തിയാവോ ചോദിച്ചു. പറഞ്ഞു, ബല, അത് അങ്ങനെയാണ് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ഫദാലിക ലക്, അത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞു. അഥവാ പറഞ്ഞ കാര്യമാണത്. അപ്പൊ കുടുംബബന്ധം ചേർത്താൽ അള്ളാഹു നമ്മളുമായിട്ടുള്ള ബന്ധം ചേർക്കും. കുടുംബബന്ധം മുറിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായിട്ടുള്ള ബന്ധം മുറിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു, ആരാണോ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നത് അവൻ അവന്റെ കുടുംബബന്ധം ചേർക്കട്ടെ എന്നുള്ളത് പറഞ്ഞു കാണാം. പല ആളുകളും പാഴാക്കി കളയുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അവരുടെ കുടുംബബന്ധം ചേർക്കാതിരിക്കുക എന്നുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് അവരത് ശ്രദ്ധിക്കാതെ പോകുന്നത് കാണാം. ഒരിക്കലും മറ്റുള്ള കുടുംബക്കാർ നമ്മളോട് ബന്ധം മുറിച്ചു എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തിരിച്ച് ബന്ധം മുറിക്കാൻ പാടില്ല. ഇങ്ങോട്ട് മുറിക്കുന്നവനോട് അങ്ങോട്ട് ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കിയൊക്കെ, ലൈസൽ വാസിൽ ബിൽ മുകാഫി വലാകിനിൽ വാസിൽ അല്ലദി ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ. ബന്ധം ചേർക്കുന്നവെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നൽകിക്കൊണ്ട് അങ്ങോട്ട് ചെയ്യുന്നവനല്ല ശരിക്കും ബന്ധം ചേർക്കുന്നവൻ. ബന്ധം ചേർക്കുന്നവൻ പറഞ്ഞാൽ ശരിക്കും ആരാണ്? ഇങ്ങോട്ട് മുറിച്ചതിന്റെ പേരിലും അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാണ്. നമ്മുടെ നാടുകളിൽ പല കുടുംബങ്ങളിലും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഗൗരവമേറിയിട്ടുള്ള കാര്യമാണത്. ഇങ്ങോട്ട് മുറിച്ചു എന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങോട്ട് മുറിക്കാൻ പാടില്ല. ഇങ്ങോട്ട് മുറിച്ചുകൊണ്ട് ഞാനും അങ്ങോട്ട് അങ്ങനെ, അതല്ല. ഇങ്ങോട്ട് മുറിച്ചാലും അങ്ങോട്ട് ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവൻ. കുടുംബബന്ധം ചേർക്കുന്നതിന്റെ വേറെയും ധാരാളം ഹദീസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞത് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹു ബന്ധം ചേർക്കണമെങ്കിൽ കുടുംബബന്ധം ചേർക്കണം. ഒരിക്കലും അതിൽ വീഴ്ച നമ്മൾ വരുത്തരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അൽ ഹഖ്ഖു സാദിസ്, ആറാമത്തേത് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഥവാ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട പരസ്പരം ചെയ്യേണ്ട കടമകൾ. ധാരാളം കടമകൾ ദാമ്പത്യ ജീവിതത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ദീനിൽ. നമുക്കറിയാം, ഭാര്യ ഭർത്താവ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശങ്ങൾ നൽകേണ്ട, പരസ്പരം ചെയ്യേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചിട്ടുള്ള, ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞതാണ്, വഅശിറുഹുന്ന ബിൽ മഅറൂഫ്. ഏറ്റവും നല്ല രീതിയിൽ മാന്യമായ നിലക്ക് അവരുമായിട്ടുള്ള കുടുംബജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ സ്ത്രീകളോടായിട്ട് പറഞ്ഞു, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിൻ ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ. സ്ത്രീകൾക്ക് അവകാശം ലഭിക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഒരു ദറജ, ഒരു പദവി അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു നോക്കൂ, ഇസ്തൗസൂ ബിൻ നിസാഇ ഖൈറ ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിൻ വഇന്ന അഅവജ മാ ഫി ളിഅ അലാ. നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറി ജീവിക്കുക. സ്ത്രീയെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വളഞ്ഞ വാരിയലിൽ നിന്നാണ്. അതിനെ അങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ്വദിക്കാൻ പറ്റും. അതിനെ നിവർത്താൻ പോയാൽ എന്താവും? അത് പൊട്ടും. എന്നിട്ട് ആ ഹദീസിൽ കാണാൻ വകസ്റുഹ ത്വലാഖുഹ, പൊട്ടുക എന്ന് പറഞ്ഞാൽ ത്വലാഖാവുക എന്നുള്ളതാണ്. മക്കൾ ഈ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരുടെ എല്ലാ കുറവുകളും ഇങ്ങനെ ചകഞ്ഞ് നേരാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താവൂല? അത് നേരാവാനും പോണില്ല, അതവിടെ പൊട്ടിപ്പോവുക എന്നല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോണില്ല. സ്ത്രീകൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും, അത് ഉറപ്പാണ്. അത് മനസ്സിലാക്കി അത് ദീനിന്റെ അടിസ്ഥാനങ്ങളോട് എതിരാകാത്ത, ദീനിന് എതിരാകാത്ത രീതിയിലാകുന്നത് വരെ കുറച്ച് ക്ഷമിച്ചും അതുപോലെ തന്നെ ഒക്കെ മുന്നോട്ട് പോകുമ്പോഴേ ദാമ്പത്യ ജീവിതം എന്താവുള്ളൂ? മുന്നോട്ട് പോവുള്ളൂ. ഓരോന്നും ചകഞ്ഞ് നേരാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതിനൊക്കെ നേരാക്കിയിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ എന്ന് തീരുമാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? അത് പൊട്ടിപ്പോവുകയുള്ളൂ, അഥവാ തൊലാഖിലേക്ക് എത്തുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതിൽ ഏറ്റവും നല്ലൊരു ഉപദേശം ദാമ്പത്യ ജീവിതത്തിൽ പുരുഷന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ അറിയോ? ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനതൻ. ഒരു മുസ്ലിമായ ഒരു പുരുഷനും മുസ്ലിമായ മുഅ്മിനത്തായിട്ടുള്ള തന്റെ ഭാര്യയെ വെറുക്കാൻ നിൽക്കരുത്. ഒരു പറയാണ്, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അവളുടെ ഒരു സ്വഭാവം അവന് വെറുപ്പുണ്ടാകും. എന്തായാലും ഉണ്ടാകും. അവളുടെ ഒരു സ്വഭാവം അവന് വെറുപ്പുള്ളതാണെങ്കിൽ റളിയ മിൻഹാ ഖുലുഖൻ ആഖർ, അവളുടെ മറ്റൊരു സ്വഭാവം എന്തായിരിക്കും? അവന് ഇഷ്ടമുള്ളതായിരിക്കും. അപ്പൊ നമ്മുടെ ഭാര്യമാരെ നമുക്ക് ഇഷ്ടമല്ലാത്ത സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് അവർ നല്ല സ്വഭാവങ്ങൾ ആലോചിക്കുക. ഒരു നമുക്ക് ചെയ്തിരുന്ന നല്ല സ്വഭാവം, ഓരോ പെരുമാറ്റത്തിലും ഗുണങ്ങളൊക്കെ നല്ല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ചില സ്ത്രീകൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരായിരിക്കും, ചില സ്ത്രീകൾ പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കാത്തവരായിരിക്കും. അതേ സമയത്ത് മറ്റു പല ഗുണങ്ങളും അവർക്കുണ്ടാകും. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഗുണം അവരിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് ആലോചിച്ച് എന്ത് ചെയ്യുക? അതിനെ മനസ്സിൽ നേരെയാക്കുക. അതേ നടക്കുള്ളൂ ദാമ്പത്യ ജീവിതത്തിൽ. അല്ലാതെ എല്ലാ ന്യൂനതകളും പരിഹരിച്ചിട്ടേ നല്ലൊരു ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ വളഞ്ഞതിനെ നിവർത്താൻ നോക്കുകയാണ്, അത് പൊട്ടിപ്പോവുകയുള്ളൂ. ഇനി ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിന് കീഴിൽ 2 ബാബുകളായിട്ട് കൊടുക്കുകയാണ്. ഒന്നാമത്തേത് മിൻ ഹുഖൂഖി സൗജത്തി അലാ സൗജിഹ, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഇതെല്ലാം സൂചനകളും ചെറിയ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൽ പറയുന്നത് എന്താണ്? ഭാര്യമാർക്ക് ആവശ്യമായിട്ടുള്ള നഫഖത്തുകൾ അവർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് നാടുകളിൽ വളരെയധികം പുരുഷന്മാരിൽ ഒരു അലംഭാവം കാണുന്ന ഒരു അവസ്ഥയാണ് പല ആളുകളിലും. അവരുടെ ഭാര്യമാരാണ് ജോലിക്ക് പോകുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അപകടമാണത്. നമ്മുടെ ഇസ്ലാമിന് പുറത്ത്, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ, വിദേശത്തും ബാക്കിയുള്ളതൊക്കെ സ്വാഭാവികമായിട്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ
ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അപകടം. ഇപ്പം നമ്മൾ എറണാകുളം അവിടെ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകളാണ് കച്ചവടം ചെയ്യുന്നതും ഒക്കെ സ്ത്രീകളായി മാറിയിട്ടുണ്ട്. അതുപോലെ പല വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്ത്രീകളാണ് ജോലിക്ക് പോകുന്നത്. ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകാതെ ഈ സ്ത്രീകളുടെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിൽ കാണാൻ സാധിക്കും. ഇത് മുസ്ലിം ലോകത്തേക്കും ഇന്ന് കടന്നു കയറിയിട്ടുണ്ട്. വിദ്യാഭ്യാസം ധാരാളം നേടിയ പെൺകുട്ടികൾ അവർക്ക് പഠിച്ചു കഴിഞ്ഞു, ഒരു ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചാൽ പോരാ, ജോലി വേണം, ജോലിക്ക് പോകുന്നു. അപ്പോൾ ഭർത്താവ് സ്വാഭാവികമായിട്ടും പുരുഷന്മാർ അധികവും മടിയന്മാരായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ പറ്റിയാൽ അങ്ങനെ ജീവിക്കും, കുറച്ച് ദീന ബോധമൊന്നുമില്ലെങ്കിൽ. അപ്പോൾ ആ പുരുഷന്മാരുടെ മേലെയുള്ള ബാധ്യത അങ്ങോട്ട് ചെലവിന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്ത്രീകൾ അന്യപുരുഷന്മാരുമായിട്ട് ഇടകലരുന്നിടത്ത് ജോലിക്ക് പോയി അതിൻ്റെ അപകടങ്ങൾ വേറെ, എന്നിട്ട് കുടുംബം നോക്കുന്ന അവസ്ഥ പല നാടുകളിലും വർദ്ധിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്കിടയിൽ ആ ഒരു സംസ്കാരം ഇന്ന് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്ലാം പറയുന്നു ഒരു പുരുഷന്റെ മേലുള്ള ബാധ്യതയാണത്. ഇപ്പം ചെലവിന് തരാത്ത ഒരു ഭർത്താവിൽ നിന്ന് ഒഴിവായി പോകാൻ സ്ത്രീക്ക് അനുവാദമുണ്ട്. കാരണം അത്ര നിർബന്ധമാണ്, വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽപ്പെട്ട കാര്യമാണത്, നിർബന്ധമായിട്ട് ചെയ്യണം. ഇനി ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്ന സന്ദർഭത്തിൽ വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുൻ വകിസ്വതുഹുൻ ബിൽ മഅറൂഫ്, ഒരു ഗർഭിണിയാണ് പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കും അതുപോലെ കുട്ടിയുടെ ഉമ്മാക്കും തൻ്റെ കഴിവിൽപ്പെട്ട രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അവൻ പരിശ്രമിച്ചു കൊടുക്കേണ്ട അവൻ്റെ മേലുള്ള ബാധ്യതയാണ്, അവൻ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, താമസം, വസ്ത്രം ഒക്കെ മാന്യമായ നിലക്ക് കഴിയുന്ന പോലെ ചെയ്യേണ്ടത് ഓരോ പുരുഷന്റെ മേലുള്ള ബാധ്യതയാണ്. അതുപോലെ തന്നെ എന്താണ് ഭാര്യമാരോടുള്ള കടമ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, അൻതു തുഇമഹാ ഇദാ തുഇംത വതക്സൂഹാ ഇദാ ഇക്തസൈത വലാ തദ്രിബിൽ വജ്ഹ വലാ തുഖബ്ബിഹ് വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്. നീ ഭക്ഷിച്ചാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കണം, നീ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം, നീ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അവളുടെ മുഖത്ത് നീ അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവളോട് തെറി പറയാൻ പാടില്ല, മോശപ്പെട്ട വാക്കുകൾ തെറി പറയാൻ പാടില്ല. അതുപോലെ തന്നെ വീട്ടിലല്ലാതെ അവളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നാട്ടിലും പുറത്തൊക്കെ ആൾക്കാരെ കാണിച്ചിട്ട് ഭാര്യനായിട്ട് തെറ്റിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വീട്ടിനകത്ത് എന്തെങ്കിലും വിഷയത്തിൽ തെറ്റും പിണക്കൊക്കെ ഉണ്ടാവും, പക്ഷെ എന്ത് പാടുള്ളൂ, വീട്ടിനകത്തെ പാടുള്ളൂ, ബാക്കിയുള്ള പുറത്ത് പോയിട്ട് ചെയ്യാൻ പാടില്ല. ഇതൊരു ഭാര്യയോടുള്ള കടമയിൽപ്പെട്ട കാര്യമാണ്. ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയും, മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാമിൻ്റെ ഈ അധ്യാപനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനങ്ങൾ അറിയാത്തതിൻ്റെ പേരിലും പഠിക്കാത്തതിൻ്റെ പേരിലും പ്രാവർത്തികമാക്കാത്തതിൻ്റെ പേരിലും എത്ര കുടുംബ ബന്ധങ്ങളാണ് ശിഥിലമായത്. അതിൽ എത്ര സ്ത്രീകളാണ് പുരുഷന്മാരുടെ ഇതുപോലെ അവരുടെ ബാധ്യതയാണിത്. ഇത് ചെയ്യാത്തതിൻ്റെ പേരിൽ പല സ്ത്രീകളും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പോലും കുറ്റം പറയുന്ന രീതിയിൽ മാറിയത്. അത് അവരുമായിട്ടുള്ള വേറെ വിഷയം. പക്ഷെ പുരുഷന്മാർ അവരുടെ കടമകൾ ചെയ്യാത്തതിൻ്റെ പേരിൽ സ്ത്രീകൾ പല ഫിത്നയിൽ അകപ്പെടുന്ന അവസ്ഥ ഇന്ന് നാട്ടിലുണ്ട്. അത് അവരുടെ അവകാശമാണ്. ഇനി അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ അവരെന്ത് ചെയ്യാൻ പാടില്ല, ഭാര്യമാർക്കിടയിൽ അനീതി കാണിക്കാൻ പാടില്ല. അവർക്കിടയിൽ കൃത്യമായ രീതിയിൽ അവരോട് നീതി കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, മൻ കാനത് ലഹു ഇംറഅതാൻ ഫമാല ഇലാ ഇഹ്ദാഹുമാ ജാഅ യൗമൽ ഖിയാമ വശഖ്ഹു മാഇലുൻ. ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട്, എന്നിട്ട് ഒന്നിലേക്ക് മാത്രം അവൻ ചെരിഞ്ഞു പോവുകയാണ്, മറ്റേതിനെ അവൻ പരിഗണിക്കുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് അവൻ ഒരു ഭാഗം ചെരിഞ്ഞവനായിട്ട് ആണ് എത്തിച്ചേരുക എന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഭാര്യമാർക്കിടയിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർക്ക് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞ സ്നേഹം തോന്നുക അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഇഷ്ടം തോന്നുക എന്നുള്ള മനുഷ്യന്റെ നിയന്ത്രിക്കപ്പെട്ട ഒരു കാര്യമല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യയോട് കൂടുതൽ ഇഷ്ടം തോന്നുക എന്നുള്ള അവന് നിയന്ത്രിക്കപ്പെട്ട കാര്യമല്ല. അതവൻ എന്ത് ചെയ്യാൻ സാധിക്കില്ല, കൃത്യമായി വിധിക്കാൻ സാധിക്കില്ല. പക്ഷേ ബാക്കി കൊടുക്കുന്ന ചെലവിന് കൊടുക്കുന്നതും അവന്റെ ദിവസങ്ങളും അവരോടൊപ്പമുള്ള ദിവസങ്ങളും കൃത്യമായി വീതിച്ചു കൊടുക്കേണ്ടത് അവന്റെ മേലുള്ള ബാധ്യതയാണ്. കാരണം അല്ലാഹു തആല സൂറത്തുൽ നിസാ പറഞ്ഞു, വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാ വലൗ ഹറസ്തും. സ്നേഹം തോന്നുന്ന വിഷയത്തിൽ, ഇഷ്ടം തോന്നുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ഒരാളോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കുന്നുണ്ട്, അങ്ങനത്തെ വിഷയത്തിൽ കൃത്യമായി വീതിക്കുക എന്നുള്ളത് നീ എത്ര ശ്രമിച്ചാലും എന്നെ കൊണ്ട് സാധിക്കൂല, അത് സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ചെയ്യേണ്ടത് എന്താണ്, അവരോടൊപ്പമുള്ള ദിവസങ്ങൾ, അവർക്ക് കൊടുക്കുന്ന ചെലവിന്, അതുപോലുള്ള കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങളിൽ ഒരുപോലെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ദുആ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിമാരുണ്ട്, അവർക്ക് സമ്പത്തും അതുപോലെയുള്ള ദിവസങ്ങളെല്ലാം കൃത്യമായി വീതിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ഹാദാ ഖസ്മി ഫീമാ അംലിക്. അല്ലാഹ് ഇത് എനിക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്, എൻ്റെ സമ്പത്തും എൻ്റെ ദിവസങ്ങളൊക്കെ എനിക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റുന്നത്.
ഫലാ തലുംനി ഫീമാ തംലികു വലാ അംലിക്. നീ അധികാരപ്പെടുത്തിയിട്ടുള്ള ഞാൻ അധികാരപ്പെടുത്താത്ത വിഷയത്തിൽ എന്നെ നീ ആക്ഷേപിക്കരുതേ. അഥവാ ഒരാളോട് ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ഒരാൾ കൂടുതൽ സ്നേഹം തോന്നുക എന്നുള്ളത് നമ്മുടെ കയ്യിൽപ്പെട്ട കാര്യമല്ല. എന്നാൽ ബാക്കിയുള്ള ഭാര്യമാർ സമ്മതിക്കുകയാണെങ്കിൽ ദിവസങ്ങൾ വേറൊരു ഭാര്യയോടൊപ്പം ചെലവഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് സൗദ ബീവി അവിടുത്തെ ദിവസം കൂടി കൊടുത്തിട്ടുണ്ട് ആയിഷയോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന രോഗ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു ഭാര്യമാരോട് ചോദിക്കും, അടുത്ത ദിവസം ഞാൻ ആരുടെ ഒപ്പമാണ്, അടുത്ത ദിവസം ആരുടെ ഒപ്പമാണ്. അപ്പോൾ ഭാര്യമാർക്ക് മനസ്സിലായി ആയിഷയുടെ ഒപ്പം നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭാര്യമാരെല്ലാം സമ്മതിച്ചുകൊണ്ട് ആയിഷ ബീവിയുടെ ഹുജ്റയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ദിവസങ്ങളിൽ നിന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി ഭർത്താവിന് മിൻ ഹുഖൂഖി സൗജി അലാ സൗജത്തി, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വലിരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് ഭാര്യയേക്കാൾ ഒരു സ്ഥാനം, സ്ത്രീകളെക്കാൾ ഒരു ദറജ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് വകവെച്ചു കൊടുക്കണം. ഭർത്താവ് എന്നുള്ളൊരു സ്ഥാനം പ്രത്യേകമായിട്ട് ദീന് കൽപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണല്ലോ, ഭാര്യയും ഭർത്താവും ഒരുപോലെയാണല്ലോ, അവർക്കുള്ള ബാധ്യതകളൊക്കെ ഒരുപോലെയാണല്ലോ എന്നുള്ളത് ഇസ്ലാമിന്റെ നയമല്ല. സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരാണ് സ്ത്രീകളുടെ അധികാരം ഉള്ളത്. സ്ത്രീകളുടെ മേലുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടുള്ളത് പുരുഷന്മാർക്കാണ്. എന്തിന്റെ പേരിലാണത്? അവരവരുടെ മേലെ ചെലവഴിക്കുന്നതിന്റെ പേരിലാണ്. പുരുഷന്മാർ സ്ത്രീകളുടെ മേലെ ചെലവഴിക്കുന്നതിന്റെ പേരിൽ ആ ഒരു അവകാശം പുരുഷന്മാർക്ക് ലഭിക്കേണ്ടതാണ്. അപ്പൊ പുരുഷന്മാരുടെ ബാധ്യതയാണ് അവർക്ക് ചെലവഴിക്കേണ്ടത്. ആ സ്ഥാനം ഭാര്യ കൊടുക്കുകയും വേണം. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ ലഉമിർതുൽ മർഅ അൻ തസ്ജുദ ലിസൗജിഹ, ആരോടെങ്കിലും വേറൊരാളെ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുറച്ച് ആളുകൾ വന്നിട്ട് ബഹുമാനം കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെയെങ്കിലും സൃഷ്ടിയെ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പം അത്രയധികം സ്ഥാനം ഭർത്താവിന് കൊടുക്കണം. സലഫുകൾ പറഞ്ഞത് കാണാം, ഭർത്താവിന് നിങ്ങൾ നിങ്ങളുടെ ഭരണാധികാരികളോട് എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താവിനോട്. ഇന്ന് പിന്നെ ആ ഒരു സംസ്കാരമൊക്കെ നീങ്ങി. ഇന്നൊക്കെ എല്ലാവരും ഫ്രണ്ട്സാണ്, ഭാര്യ ഭർത്താവൊക്കെ ഫ്രണ്ട്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് കടമകൾ നിർവഹിക്കേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് മറ്റുള്ള പിന്നെ സംസ്കാരങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ അനന്തരഫലമാണ്. അല്ലാഹു തആല കാത്തു സംരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ലഭിക്കേണ്ട അവകാശത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഒരു പുരുഷൻ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുകയാണ്, അഥവാ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന്. ഫഅബത്, അവൾ സമ്മതിച്ചില്ല. അൻ തജീഅ, വരാൻ സമ്മതിച്ചില്ല. ഫബാത ഗദ്ബാൻ അലൈഹ, അങ്ങനെ ഭർത്താവ് ഭാര്യയുടെ മേലെ ദേഷ്യത്തിലായിക്കൊണ്ട് രാത്രി ചെലവഴിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പുരുഷന് പിന്നെ ശാരീരികമായ ആഗ്രഹം അവന്റെ ഭാര്യയുടെ മേലെ ഉണ്ടാകും. ആ ആഗ്രഹം ജനിക്കുന്ന സമയത്ത് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പുരുഷന്മാർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്. അത് വളരെ ദേഷ്യം വരും. അങ്ങനെ ഭാര്യ ക്ഷണിച്ചത് സ്വീകരിക്കാതെ ഇരിക്കുകയാണ്, അങ്ങനെ ഭർത്താവിന് ദേഷ്യം വന്നുകൊണ്ട് ഭർത്താവ് രാത്രി ചെലവഴിക്കുകയാണെങ്കിൽ ലഅനത്ഹൽ മലായിക ഹത്താ തുസ്ബിഹ, രാവിലെ ആകുന്നതുവരെ ആ ഭാര്യയെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും. മലക്കുകൾ ശപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള ഒരു പിന്നെ തെറ്റാണ്. അതുപോലെ തന്നെ എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ഐച്ഛികമായ ഇബാദത്തുകൾ, സുന്നത്തായ നോമ്പ് ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ഭാര്യയ്ക്ക് നോൽക്കണമെങ്കിൽ ഭർത്താവിന്റെ അനുവാദം വേണം. എന്തിനാണത്? പകലിൽ നോമ്പുകാരിയായിരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങാനും ആ ഭർത്താവിന് ഭാര്യയോടുള്ള ആഗ്രഹം, ശാരീരിക ബന്ധം പൂർത്തീകരിക്കണമെങ്കിൽ നോമ്പുകാരിയായിരിക്കും പറ്റില്ല. അപ്പോൾ അതിന് നോമ്പ് നോൽക്കണമെങ്കിൽ അനുവാദത്തോടു കൂടി മാത്രമേ പറ്റുകയുള്ളൂ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസാണ്, അയ്യുമാ ഇംറഅത്തുൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. നമ്മുടെ എല്ലാവരും ജീവിത ലക്ഷ്യം എന്താണ്? നാളെ സ്വർഗത്തിൽ കിടക്കണം എന്നാണ്. റസൂലുള്ളാഹി പറയാണ്, ഒരു സ്ത്രീ അവൾ മരിക്കുന്നത് ഭർത്താവ് അവളിൽ തൃപ്തിപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഭാര്യയും ഭർത്താവും ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കടമകളും ബാധ്യതകളും ശ്രദ്ധിക്കണം. കൂടുതൽ ആ വിഷയങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം.
ഏഴാമത്തെ കടമ ഹുഖൂഖുൽ വുലാത്തു വറഇയ്യ, ഭരണാധികാരികളോടുള്ള അവകാശങ്ങൾ. അതിൽ ഭരണാധികാരികളുടെ അവകാശങ്ങൾ നമ്മളിൽ നിന്നുള്ളത് അവരോട് ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരികൾ അഥവാ ഇസ്ലാമിക ലോകം മുസ്ലിമികൾ അംഗീകരിച്ചിട്ടുള്ള ബൈഅത്ത് ചെയ്തിട്ടുള്ള ഭരണാധികാരികളോട് വലിയൊരു കടമ മുസ്ലിമീങ്ങൾക്കുണ്ട്. എന്താണത്? ആ ഭരണാധികാരികളോട് കേൾവിയും അനുസരണവും ഉണ്ടായിരിക്കണം. അവർ പറയുന്ന കൽപ്പിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കാനല്ലാത്തടത്തോളം കാലം അവരുടെ കൽപ്പനകൾ അനുസരിക്കണം. അവരുടെ പിന്നിൽ യുദ്ധം ചെയ്യണം. അവരുടെ പിന്നിൽ ജമാഅത്ത് നിർവഹിക്കണം. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെയും നിങ്ങളുടെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അധികാരികളെയും അനുസരിക്കണം. അപ്പോൾ ഒരു ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരി എന്ന നിലക്കും ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് അതല്ലാതെയുള്ള ഒരു സംവിധാനത്തിന്റെ അധികാരി നിൽക്കും. ഒരു ഇസ്ലാമിക സംഘമുണ്ട് അഥവാ ഒരു ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു വിഷയത്തിൽ അമീറായിട്ട് ഒരാൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ അമീറിനെ അനുസരിക്കുക എന്നുള്ളത് നാം അനുസരിക്കേണ്ട പാലിക്കേണ്ട കാര്യമാണ്. കാരണം ഇസ്ലാമിന്റെ ഇബാദത്തുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ജമാഅത്ത് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഒരു ജമാഅത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിനൊരു അമീർ വേണം. അമീറായി നിൽക്കണമെങ്കിൽ എന്ത് വേണം? അമീർ കേൾവി അനുസരണം വേണം, നല്ല നിൽക്കുള്ളൂ. ഇത് ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, ഇഖ്വാനികളെ പോലെയുള്ള ഖവാരിജികളുടെ ചിന്താഗതിയുള്ള ആളുകൾ ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരികൾ ന്യൂനതകൾ പറഞ്ഞ് അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വിഡ്ഢിത്തങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഒരു ഭൗതികമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഒരു സ്കൂൾ ആ സ്കൂളിന് ഒരു പ്രിൻസിപ്പാൾ ഇല്ലായെങ്കിൽ ആ സ്കൂളിന്റെ അവസ്ഥ എന്തായിരിക്കും? ടീച്ചർമാരും കുട്ടികളൊക്കെ എന്തായിരിക്കും പിന്നെ അവിടെ ഉണ്ടാവുക? ഒരാൾ നോക്കാനില്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അമീർ ഇല്ല എങ്കിൽ. ഇനി ആ അമീർ ഉണ്ട്, ആ അമീറിന് കേൾവി അമീർ പറഞ്ഞത് ആരും കേൾക്കണില്ല, ആരും അനുസരിക്കണില്ലെങ്കിലോ നേരെ വണ്ണ ഒരു സ്ഥാപനം പോവോ? ഭൗതികമായിട്ടൊരു സ്ഥാപനം പോവോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഇത്രയധികം ഇബാദത്തുകളും കർമ്മങ്ങളും സക്കാത്തും നിസ്കാരവും യുദ്ധവും അതുപോലെ പല കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു ഭരണകൂട നിലയ്ക്ക് എങ്ങനെ കേൾവി അനുസരണമില്ലാതെ? ഭരണാധികാരികളോട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് കേൾക്കുകയും അനുസരിക്കുകയും വേണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൽ മർഇൽ മുസ്ലിം അസ്സമഉ വത്താഅ ഫീമാ അഹബ്ബ വകരിഹ ഇല്ലാ അൻ യുഅ്മർ ബിമഅസിയതി ഫലാ സമഉ വലാ തഅത്തുൻ. ഒരു മുസ്ലിമിന്റെ മേലെ ബാധ്യതയാണ് ഭരണാധികാരിയോട് കേൾവിയും അനുസരണം ഉണ്ടാവണം. ഏതുവരെ? അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയാത്തിടത്തോളം കാലം വരെ. ഇപ്പോൾ ഒരു ഭരണാധികാരി പറയണം, നീ കള്ളുടിക്കണം, നീ വ്യഭിചരിക്കണം, നീ ഇന്ന തെറ്റ് ചെയ്യണം, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യണം, നീ നിസ്കരിക്കാൻ പാടില്ല, അനുസരിക്കണോ? വേണ്ട. അത് ഭരണാധികാരിയല്ല. ഉമ്മ പറഞ്ഞാലും എന്തില്ല, അതനുസരണല്ല. പക്ഷേ അതല്ലാത്ത വിഷയങ്ങളിൽ കേൾവിയും അനുസരണവും നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ട, യാ നബി അല്ലാഹ് അറഅയ്ത ഇൻ ഖാമത് അലൈനാ ഉമറാ യസ്അലൂനനാ ഹഖ്ഖഹും വയംനഊനനാ ഹഖ്ഖനാ. റസൂലേ, നിങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഭരണാധികാരികൾ വരികയാണ്, അവരുടെ ഹക്ക് അവർ ചോദിച്ചു വാങ്ങുന്നുണ്ട്, ഞങ്ങളുടെ ഹക്ക് അവർ ഞങ്ങൾക്ക് തരുന്നില്ല. ഫമാ തഅ്മുറുനാ, ഞങ്ങൾ എന്താ ചെയ്യേണ്ട സമയത്ത്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം കേൾക്കാത്ത പോലെ ഒന്നിങ്ങനെ തിരിഞ്ഞു നിന്നു. വീണ്ടും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയോ? ഇസ്മഉ വഅതീഉ ഫഇന്നമാ അലൈഹിം മാ ഹുമ്മിലു അലൈക്കും മാ ഹുമ്മിൽതും. നിങ്ങൾ കേൾക്കുക അനുസരിക്കുകയും ചെയ്യുക. അവരുടെ കാര്യം അവരോട് അല്ലാഹു ചോദിച്ചോളും, നിങ്ങളുടെ കാര്യം നിങ്ങളോട് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് അവർ ഉപദ്രവകാരികളാണോ, അവർ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ആളുകളാണോ, അതൊന്നുമല്ല വിഷയം. കേൾവിയും അനുസരണവും അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയാത്തോടത്തോളം കാലം ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരിയോട് ഉണ്ടായിരിക്കണം. അത് ഗൗരവമുള്ള വിഷയമാണ്. അൽ ഹഖ്ഖു സാമിൻ, എട്ടാമത്തെ ഹഖ് ഹഖുൽ ജീറാൻ, അയൽവാസികളോടുള്ളതാണ്. അയൽവാസികളോടുള്ള അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ, അവർക്ക് നമ്മുടെ മേലെയുള്ള അവകാശങ്ങളാണ് പറയുന്നത്. അയൽവാസികൾ പല രീതിയിലുണ്ടാകും. നമ്മുടെ അയൽവാസി ആയിരിക്കും, കുടുംബബന്ധമുള്ളവനായിരിക്കും, മുസ്ലിം ആയിരിക്കും. അവരോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത ഉള്ളത്. പിന്നെ ഒന്ന് അയൽവാസി ആയിരിക്കും, മുസ്ലിം ആയിരിക്കും, രണ്ടാമത്തെ ബാധ്യത ഉള്ളത്. മൂന്നാമത്തേത് അയൽവാസി ആയിരിക്കും, മുസ്ലിം ആയിരിക്കില്ല, കുടുംബക്കാരനും ആയിരിക്കില്ല, അവനോടുള്ള ബാധ്യത. അടുത്തത് അയൽവാസിയും കുടുംബബന്ധം ഉണ്ടാവും, മുസ്ലിം ആയിക്കൊള്ളുന്നില്ല. പിന്നെ അടുത്തത് അയൽവാസി മാത്രമായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ആളുകൾ. അങ്ങനെ ഈ രീതിയിലൊക്കെ അയൽവാസികൾ ഉണ്ടാവും. ഇതിന്റെ ഓരോ ദറജ അനുസരിച്ച് അയൽവാസികളോടുള്ള കടമകൾ നമ്മൾ നിർവഹിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിനോടുള്ള കടമ പറഞ്ഞ്, മാതാപിതാക്കളോട് കടമ പറഞ്ഞ്, കുടുംബക്കാരോടുള്ള കടമ പറഞ്ഞു. അടുത്തത് അള്ളാഹു തആല പറഞ്ഞത് അറിയോ? വൽജാരിൽ ജംബ്, അയൽവാസികളോടുള്ള ബാധ്യതയാണ്.
ഈ ബാധ്യതകൾ പറഞ്ഞെടുത്ത് അടുത്തത് പറഞ്ഞത് അയൽവാസികളോടുള്ള പിന്നെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ ഈ വിഷയത്തിൽ വന്ന് പറയാണ്, ഖൈറുൽ ജീറാനി ഇൻദല്ലാഹ് ഖൈറുഹും ലിജാരിഹി. രണ്ട് അയൽവാസികൾ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ തന്റെ അയൽവാസിയോട് ഏറ്റവും ഖൈറായി നിൽക്കുന്നവനാണ്. അതുപോലെ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിഹ്സിൻ ഇലാ ജാരിഹി. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയോട് നന്മ ചെയ്യട്ടെ. അതുപോലെ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിച്ചേർത്ത് അയൽവാസിക്ക് ആ കറി നൽകട്ടെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ പേടിച്ചു പോയി, ജിബ്രീൽ അയൽവാസിയോടുള്ള ബാധ്യത വിശദീകരിച്ച് അനന്തരാവകാശത്തിലൊരു വീതം അയൽവാസിക്ക് കൊടുക്കണം എന്ന് പറയുമെന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. അള്ളാഹു ആണ് വിശ്വാസിയല്ല എന്ന് പറഞ്ഞ് 3 തവണ പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, ആരെ പറ്റിയിട്ടാ പറയുന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. ഒരു അയൽവാസി വേറൊരു അയൽവാസിയുടെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതനല്ല എങ്കിൽ അവൻ എന്താണ്? അപ്പൊ നമ്മുടെ ഉപദ്രവത്തിൽ നമ്മുടെ അയൽവാസി സുരക്ഷിതനല്ലെങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കില്ല അവന്റെ ഉപദ്രവത്തെ തൊട്ട് അയൽവാസി സുരക്ഷിതനല്ല എങ്കിൽ. പല രീതിയിൽ ഉപദ്രവം ഉണ്ടാവും. പല രീതിയിൽ ഇവിടുന്ന് അടിച്ചുകാരിയ ചപ്പുചവർ അപ്പുറത്ത് കൊണ്ടുപോയിരുന്നവരുണ്ടാകും, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ അപ്പുറത്ത് അയൽവാസി ആയിട്ടുള്ള സ്ത്രീകളെ പല രീതിയിൽ നോട്ടം കൊണ്ടും ഉപദ്രവിക്കുന്നവരുണ്ടാകും. അങ്ങനെ പല രീതിയിൽ വഴിയിൽ തടസ്സങ്ങൾ ഇടുന്ന പല രീതിയിൽ അയൽവക്ക ഉപദ്രവങ്ങൾ ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇസ്ലാം അങ്ങനെ ഒന്നല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം അവരോട് ഇഹ്സാൻ ചെയ്യാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതും നമ്മൾ വിശാലമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. അൽ ഹഖ്ഖു താസി, 9-ാമത്തേത് ഹുഖൂഖുൽ മുസ്ലിമീന ഉമൂമൻ, പൊതുവായിട്ടുള്ള മുസ്ലിമുകളോടുള്ള നമ്മൾ ചെയ്യേണ്ട കടമകൾ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലെയുള്ള അവകാശങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഹിഹായ ഒരു ഹദീസിൽ വന്നതുപോലെ, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? 6 എന്തൊക്കെയാണത്? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടിയാൽ സലാം പറയണം. വഇദാ ദഅാക ഫഅജിബ്ഹു, വിളിച്ചാൽ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. വഇദാ ഇസ്തൻസഹക ഫൻസിഹ്, ഉപദേശം ചോദിച്ചാൽ ഉപദേശം നൽകണം. വഇദാ അഅതസ ഫഹമിദല്ലാഹ് ഫശമിതഹു, തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ റഹമുക്കല്ലാഹ് എന്ന് പറയണം. വഇദാ മരിദ ഫഉദ്ഹു, രോഗിയായാൽ പോയി സന്ദർശിക്കണം. വഇദാ മാത ഫത്ബഉഹു, മരണപ്പെട്ടാൽ അവന്റെ ജനാസയെ പിന്തുടരണം. 6 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് എന്താണ്? സലാം പറഞ്ഞാൽ എന്ത് ചെയ്യണം? സലാം വീട്ടണം. അല്ലെങ്കിൽ സലാം വീട്ടണം എന്നല്ല, സലാം പറയണം. ഒരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയണം. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, വല്ലാഹി ലാ തദ്ഖുൽ ജന്ന ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബു. അല്ലാഹു ആണ്, നിങ്ങൾ മുഅ്മിനീങ്ങളാവാതെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ മുഅ്മിനീങ്ങളാവില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ. എന്നിട്ട് പറയാണ്, അഫലാ ഉഖ്ബിറുക്കും ബിശൈഇൻ ഇദാ ഫഅൽതുമു തഹാബബ്തും അഫ്ശുസ് സലാം ബൈനക്കും. ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടം ഉണ്ടാവുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് എന്താണ്? നിങ്ങൾ പരസ്പരം സലാം പറയുക. സലാം പറയുക എന്നുള്ളത് പരസ്പരം ഇഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സലാം പറയേണ്ട രീതിയിൽ ധാരാളം രീതികൾ വന്നിട്ടുണ്ട്. എന്താണ്? കുട്ടികൾ വലിയവരോടും, കുറഞ്ഞ സംഘം വലിയ സംഘത്തിനോടും, യാത്രയിലുള്ളവൻ നടക്കുന്നവനോടൊക്കെയാണ് സലാം പറയേണ്ടത്. ആദ്യം അങ്ങോട്ട് സലാം പറയേണ്ടത് ആരാ എന്നുള്ള വിഷയത്തിലൊക്കെ. എന്നിട്ട് സലാം വീട്ടുമ്പോൾ തിരിച്ച് പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളതെല്ലാം അതിന്റെ ഭാഗമായി പെട്ടതാണ്. അല്ലാഹു തആല പറഞ്ഞതാണ്, വഇദാ ഹയ്യൈതും ബിതഹിയ്യ ഫഹയ്യു ബിഅഹ്സന മിൻഹാ വറുദ്ദൂഹാ. തിരിച്ച് അധികമായി പറയും. ഇപ്പോൾ ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചെന്ത് പറയണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അങ്ങനെ പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ മൂന്ന് പ്രതിഫലമാണ്. ഒന്നിന് അസ്സലാമു അലൈക്കും 10 ആണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി 20, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു 30 പ്രതിഫലം. അപ്പോൾ ഒന്നാമത്തേത് സലാം പറയുക എന്നുള്ളത്. രണ്ടാമത്തേത് ഇദാ ദഅാക ഫഅജിബ്ഹു, അവൻ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചാൽ, അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ എന്ത് ചെയ്യണം? ഭക്ഷണം സ്വീകരിക്കണം. കാരണം അവൻ നിനക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. ഒരു ഭക്ഷണം ഒരുക്കിയിട്ട് നിന്നെ ഭക്ഷിക്കാൻ വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമാണ്. അത് അവൻ പാലിക്കേണ്ടതാണ്. എന്നാൽ വലീമ പോലെയുള്ള കാര്യങ്ങൾ, പൊതുവായി നടക്കുന്ന ഒരു കാര്യത്തിന് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ അവൻ പോകേണ്ടതാണ്. അഥവാ അവിടെ വല്ല
പിന്നെ ഉപദ്രവമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹറാമായിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവനെ അറിയിക്കുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ അടിസ്ഥാനം പറയുന്നത് ഒരാൾ വീട്ടിൽ ഭക്ഷണം ഒരുക്കിയിട്ട്, ഒരു മുസ്ലിം നമ്മുടെ സഹോദരനായ മുസ്ലിം ഭക്ഷണം ഒരുക്കിയിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം, വമൻ ലം യുജിബ് ഫഖദ് അസല്ലാഹു വറസൂലഹു, ആരാണോ ഉത്തരം ചെയ്യാത്തത് അവൻ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരണക്കേട് കാണിച്ചവനാണ്. മൂന്നാമത്തേത് പറഞ്ഞു, ഉപദേശം ചോദിച്ചാൽ ഉപദേശം നൽകണം. ഇപ്പോൾ പല കാര്യങ്ങൾക്കും മുസ്ലിമീങ്ങൾ തമ്മിൽ കൂടിയാലോചിക്കുകയും നസീഹത്തുകൾ ചോദിക്കുകയൊക്കെ ചെയ്യും. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ദീനു അൻ നസീഹ, സദുപദേശം, ഒരു ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം. ഒരാൾ ഒരു മുസ്ലിം നമ്മളോട് നസീഹത്ത് ചോദിക്കുകയാണെങ്കിൽ ഗുണകാംക്ഷയോടുകൂടി അവൻ ആവശ്യമായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. നാലാമത്തേത് പറഞ്ഞാൽ എന്താണ്? തുമ്മിയാൽ ഒരു മുസ്ലിം തുമ്മിക്കഴിഞ്ഞാൽ അവന്റെ ബാധ്യത എന്താണ്? അവൻ ചെയ്യേണ്ട കാര്യം എന്താണ്? അൽഹംദുലില്ലാ എന്ന് പറയലാണ്. അത് കേട്ടാൽ കേൾക്കുന്ന ആളുടെ കടമയാണ് എന്ത്? യർഹമുക്കല്ലാ എന്ന് പറയൽ. യർഹമുക്കല്ലാ, തശ്മീത്തുൽ ആത്തിസ്, അവന്റെ മേലെയുള്ള പിന്നെ ബാധ്യതയാണ്. അവൻ ഒരു തുമ്മിയവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ നിർബന്ധമായി എന്ത് ചെയ്യണം? യർഹമുക്കല്ലാ എന്ന് പറഞ്ഞിരിക്കണം. അത് അവന്റെ മേലെയുള്ള ബാധ്യതയാണ്. അഞ്ചാമത്തേത് ഇത് അമരുള്ള ഫഅദ്ഹു, രോഗിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സന്ദർശിക്കണം. അത് പൊതുവായിട്ടുള്ള ബാധ്യതയാണ്. പക്ഷേ ആ രോഗിയുടെ അവസ്ഥയും സാഹചര്യമൊക്കെ പരിഗണിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സന്ദർശിക്കാനായിട്ട്. ഇപ്പോൾ രോഗിയായിട്ടുള്ള കിടക്കുകയാണ്, സന്ദർശകർ കൂടിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. അത് ആ സാഹചര്യവും സന്ദർഭം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. പൊതുവായിട്ടുള്ള ഒരു കാര്യം, രോഗിയായാൽ സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഇതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നും അതുപോലെ തന്നെ പാപങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുന്ന കാര്യമായി തീരുമെന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യാനാണ് രോഗികളെ സന്ദർശിക്കുന്നത്. ആറാമത്തേത് പറഞ്ഞത് ഇദാ മാത ഫത്ബഉഹു, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജനാസയെ പിന്തുടരണം. ഒരു മുസ്ലിമിന്റെ ജനാസയെ പിന്തുടർന്ന് നിസ്കാരം വരെ പിന്തുടർന്നാൽ അവനൊരു ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ മറമാടുന്നവരെ പിന്തുടർന്നാൽ 2 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമൽ ഖിറാത്താൻ, എന്താണ് 2 ഖിറാത്ത് എന്ന് പറഞ്ഞാൽ? മിസ്ലുൽ ജബലൈനി അദീമൈൻ, 2 വലിയ പർവ്വത കണക്കിന് പ്രതിഫലം ഉണ്ട് എന്നാണ്. മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ള കടമകളിൽ പെട്ടതാണ് മുസ്ലിമായ ഒരു സഹോദരൻ മരണപ്പെട്ടാൽ ഫർള് കിഫായാണ് മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യല്. പക്ഷേ മയ്യത്തിനെ പിന്തുടർന്ന് നിസ്കാരം വരെ പോകൽ 1 ഖിറാത്ത് പ്രതിഫലം കിട്ടും. മറവ് ചെയ്യുന്നവരെ പോകൽ എന്തുവാണ്? പിന്നെ 2 ഖിറാത്ത് പ്രതിഫലം. ഇനി ഇത് പുറമെ വേറെ ചില ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് കഫുൽ അദാ എന്ന് പറയുന്നത്. അഥവാ മുസ്ലിമീങ്ങൾ പരസ്പരം ഉപദ്രവിക്കാൻ പാടില്ല, പരസ്പരം ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. ദീനിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടും ബാക്കിയുള്ള ഗീബത്തുമായി ബന്ധപ്പെട്ടിട്ടും വിവാഹാലോചന ബന്ധപ്പെട്ടിട്ടൊക്കെ ധാരാളം നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങളുടെയൊക്കെ പൊതു താല്പര്യം എന്താണെന്ന് അറിയോ? ഒന്നിന്റെ പേരിലും ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിം തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല? പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കച്ചവടത്തിന് ഒരു കച്ചവടം ഉറപ്പിച്ച കാര്യം വേറൊരു ആള് അത് ഒഴിവാകാതെ വില കയറ്റി പറയാൻ പാടില്ല. അതുപോലെ സാധനം കച്ചവടം ചെയ്യുന്നിടത്ത് അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെയൊക്കെ പൊതു തത്വം ഉലമാക്കൾ പറയുന്നത് എന്താ അറിയോ? ആ ഒരു പിന്നെ ഒന്നിന്റെ പേരിലും മുസ്ലിമീങ്ങൾ തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല? വഴക്കുണ്ടാവാനോ പരസ്പരം പിണങ്ങാനോ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് പരസ്പരം അസൂയ വെക്കരുത്, രഹസ്യം അന്വേഷിക്കരുത്, പരസ്പരം വെറുപ്പ് വെച്ച് പുലർത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം സഹോദരന്മാരായിട്ട് ജീവിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി 10ാമത്തേത് അൽ ഹഖുൽ ആഷിർ ഹഖു ഗൈറിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ മേലുള്ള അവകാശം. മുസ്ലിം അല്ലാത്ത ആളുകളെ പ്രധാനമായും 4 തരത്തിലായിട്ട് നമുക്ക് ഗണിക്കാം, 4 കൂട്ടരായിട്ട്. ഒന്നാമത്തേത് ഹർബിയൂൻ, ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾ, ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രുക്കളായിട്ടുള്ള, ഇപ്പൊ ഇസ്ലാമിക ലോകമുണ്ട്, ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തേത് മുസ്തമിനൂൻ, മുസ്ലിമീങ്ങളുടെ അടുക്കൽ രക്ഷ തേടിയിട്ട് വന്നിട്ടുള്ള ആളുകൾ, മുസ്ലിമീങ്ങളുടെ അടുക്കൽ ഞങ്ങൾക്ക് അഭയം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ. മൂന്നാമത്തേത് മുആഹദൂൻ, മുസ്ലിങ്ങളുമായിട്ട് കരാറിലായിക്കൊണ്ട് നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ. നമ്മളൊക്കെ മുആഹദീങ്ങളായിട്ടാണ് ഇസ്ലാമിലല്ലാത്ത ആളുകളുമായിട്ട് ജീവിക്കുന്നത്. നാലാമത്തെ ദിമ്മിയൂൻ, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജിസിയ, പ്രത്യേക ഒരു കപ്പം കൊടുത്തിട്ട് താമസിക്കുന്ന ആളുകൾക്കാണ് ദിമ്മിയൂൻ എന്ന് പറയുന്നത്. ഈ 4 കൂട്ടം ആളുകളാണ്. ഒന്നാമത്തെ കൂട്ടർ ഹർബിയൂൻ, യുദ്ധം ചെയ്യുന്ന ആളുകൾ. അവരോട് നമുക്ക് എന്തില്ല? പ്രത്യേകിച്ച് ഒരു കടമയൊന്നുമില്ല. ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ തിരിച്ചങ്ങോട്ട് യുദ്ധം ചെയ്യാന്നല്ലാതെ വേറെ കടമകൾ നമുക്ക് എന്ത് ചെയ്യില്ല, അവരോട് ചെയ്യാനൊന്നുമില്ല. യുദ്ധം ചെയ്യുന്ന ആളുകളോട്
നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട കടമകളൊന്നും ഇല്ല. രണ്ടാമത്തെ മുസ്തമിനൂൻ, അഭയം തേടി വരുന്ന ആളുകൾ, മുസ്ലിങ്ങളുടെ അടുക്കൽ അഭയം തേടി വരുന്ന ആളുകൾ, അവരോട് എന്താ ചെയ്യേണ്ടത്? അല്ലാഹു തആല പറഞ്ഞ പോലെ സൂറത്ത് തൗബയിൽ വഇന്ന അഹദുൻ മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് തുമ്മ അബ്ലഗ മഅമന. അവർക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ കലാമ് കേൾക്കാൻ, അതായത് ഇസ്ലാമിനെ പറ്റി അറിയാനും പഠിക്കാനും ഖുർആൻ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു അവസര സാഹചര്യം അവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അഭയം തേടി രക്ഷ തേടി വരുമ്പോൾ അവർക്ക് ആ രക്ഷയും കൊടുത്തിട്ട് ദീന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രദ്ധ കൊടുക്കണം. മൂന്നാമത്തേത് മുആഹദൂൻ, കരാറിലായിക്കൊണ്ട് ജീവിക്കുന്നവർ, നമ്മളെ പോലെയുള്ള നാട്ടിൽ ജീവിക്കുന്നവർ. ഇപ്പൊ നമ്മളും കുഫാറുകളും തമ്മിൽ ഇന്ത്യയിൽ ഒരു കരാറിലാണ്. എന്താണ്? മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. അവർക്ക് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാം. പരസ്പരം എന്തില്ല, അതിന്റെ പേരിൽ പരസ്പരം ഉപദ്രവിക്കുന്ന നിയമം. നാട്ടിൽ നടക്കുന്ന എന്താണ്? നിയമത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ്. നാട്ടിൽ നടക്കുന്ന നിയമത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കരാർ പലതരത്തിലുണ്ടാവും. കൃത്യമായ സമയം വെച്ച് 5 കൊല്ലം 10 കൊല്ലം സമയം വെച്ചുള്ളതുണ്ട്, സമയമില്ലാതെ വെക്കുന്നുണ്ട്. നമ്മളൊക്കെ സമയമില്ലാതെ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മുസ്ലിമുകൾ എന്ത് ചെയ്യണം? ആ കരാർ അവിടെ പാലിക്കണം. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ഒരു ഇസ്ലാമിന് പുറത്തുള്ള ഒരാളോട്, ഒരു കാഫിറിനോടോ മുശ്രിക്കിനോടോ അന്യായമായിട്ട് ഉൾമ ചെയ്യാൻ പറ്റുമോ? പറ്റൂല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിമിന്റെ രക്തവും സമ്പത്തും അഭിമാനവുമാണ് സംരക്ഷിക്കേണ്ടത്. കാഫിറിന്റെ രക്തവും സമ്പത്തും അഭിമാനം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കില്ല? മുസ്ലിമിനില്ല. പക്ഷെ നമ്മൾ മുആഹിദുകളാണ്, നമ്മൾ അവരുമായി കരാറിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാഫിറിന്റെയോ മുശ്രിക്കിന്റെയോ രക്തം ചീന്താനോ അഭിമാനം ക്ഷതപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ഒരു ദുൽമ ചെയ്യാനോ അവരോട് ഉപദ്രവം കാണിക്കാനോ അവരുടെ സമ്പത്ത് എടുക്കാനോ ആർക്കും അവകാശമില്ല. മുസ്ലിമീങ്ങൾക്ക് മുആഹിദുകളായതുകൊണ്ട് അവകാശമല്ല. ആ അഹദ്, ആ കരാർ അവിടെ പൂർത്തീകരിക്കണം. അഹദ് പൂർത്തീകരിക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇല്ലല്ലദീന ആഹദതും മിനൽ മുശ്രിക്കീൻ സുമ്മ ലം യൻഖുസൂകും ശൈഅ വലം യുദാഹിറു അലൈക്കും അഹദൻ ഫഅതിമ്മു ഇലൈഹിം അഹദഹും ഇലാ മുദ്ദതിഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. മുശ്രിക്കീങ്ങളോട് കരാറിലായിരിക്കുന്ന സമയത്ത് ആ കരാർ പൂർത്തീകരിക്കണം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായിട്ടില്ലേ ഹുദൈബിയ സന്ധി പോലുള്ള കരാറുകൾ? അപ്പോ ആ കരാറുകൾ അവിടെ പൂർത്തീകരിക്കണം. അതൊരിക്കലും ദുൽമ ചെയ്യാൻ കാരണമാവരുത്. നാലാമത്തെ കൂട്ടർ ദിമ്മിയൂൻ, ദിമ്മികളാണ്. അവരാണ് മുസ്ലിമുകളിൽ നിന്ന് ഏറ്റവും ഹക്ക് ആവശ്യപ്പെടുന്ന, ഹക്ക് നൽകേണ്ടതായിട്ടുള്ള ആളുകൾ ദിമ്മികളാണ്. ദിമ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാം ഭരിക്കുന്ന നാട്, ആ നാട്ടിൽ ജിസിയ എന്ന് പറഞ്ഞാൽ പ്രത്യേക കപ്പാണ്. ആ കപ്പം അവർ നൽകും, ആ ടാക്സ് അവർ നൽകും. അത് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഇസ്ലാമിക ഭരണകൂടം അവർക്ക് എന്ത് കൊടുക്കും? അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും, അവർക്ക് സംരക്ഷണം കൊടുക്കും. അതേസമയം അവർക്ക് അവരുടെ ഇബാദത്തുകൾ നിർവഹിക്കാം. ഇപ്പൊ നസ്രാനികളാണെങ്കിൽ അവർക്ക് അവരുടെ ഇബാദത്തുകൾ നിർവഹിക്കാം, അതിനുള്ള അനുവാദം കൊടുക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? വാഹിറായിട്ട് കാണിക്കാൻ പാടില്ല. അവരുടെ ആഘോഷം പ്രകടമായി കാണിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ പ്രകടമായി കാണിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അവരുടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ അനുവാദം കൊടുക്കും. അതേസമയം മുസ്ലിമീങ്ങളും അവരും തമ്മിൽ വ്യത്യാസം കാണിക്കണം. വേഷത്തിലും മറ്റും വ്യത്യാസം ഉണ്ടായിരിക്കണം. അവർ ഒരുപോലെ ആകാൻ പാടില്ല. അതുപോലെ തന്നെ ക്രിമിനൽ നിയമങ്ങളിൽ മുസ്ലിമീങ്ങളെ പോലത്തെ നിയമം അവർക്കും ബാധകമായിരിക്കും. അതായത് വ്യഭിചാരം, കൊലപാതകം, കളവ്, അങ്ങനെ നിയമങ്ങളുണ്ടല്ലോ. അത് മുസ്ലിമീങ്ങളുടെ മേലെ എന്ത് ശിക്ഷയാണോ നടപ്പിലാക്കുന്നത് അതേ ശിക്ഷ ആരുടെ മേലെ നടപ്പിലാക്കും? ദിമ്മികളുടെ മേലെയും നടപ്പിലാക്കും. അതായത് ഒരു മുസ്ലിം വിവാഹിതം വ്യഭിചരിച്ച് എന്ത് ചെയ്യും? എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ. അത് അവരും അങ്ങനെയാണെങ്കിൽ ആ നാടിന്റെ ക്രിമിനൽ നിയമങ്ങൾ ഒരുപോലെ ആയിരിക്കും. വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾക്ക് നിക്കാഹും തൊലാഖും ഇതൊക്കെ അവരുടെ മതത്തിന്റെ നിയമം അനുസരിച്ച് അവർക്ക് ചെയ്യാം. ക്രിമിനൽ നിയമങ്ങൾ ഒരുപോലെ ആയിട്ട് നടപ്പിലാക്കും. ഈ കൂട്ടരോട്, ദിമ്മികളോട് കടമകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്ത് പറഞ്ഞ ഇത് കാണാം, ദിമ്മികളോട് അക്രമം ചെയ്യുന്നവർക്കെതിരെ ഞാൻ നിൽക്കുമെന്ന്. അതായത് ഇപ്പോൾ മുസ്ലിം ഭരണകൂടത്തിന് കീഴിൽ ദിമ്മികൾ ഉണ്ട് വിചാരിക്കുക. വേറെ കുറെ മുസ്ലിം ഒരു ഭരണകൂടം വന്നിട്ട് ഈ മുസ്ലിം നാടിനേറ്റ് യുദ്ധം ചെയ്താലും ഇവരെ സംരക്ഷിക്കൽ ആരുടെ ബാധ്യതയാണ്? ഈ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. കാരണം അത്രയും, അതുകൊണ്ടാണ് അവർ ദിമ്മികൾ എന്ന് പറയുന്നത്. കിതാബുകളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹുക്കെല്ലാം അഹ്കാമു അഹ്ലി ദിമ്മ, ദിമ്മികളുടെ വിധികൾ എന്ന് പറഞ്ഞ കിതാബുകൾ തന്നെ ഫിഖിന്റെ ബാബുകളിലെല്ലാം ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ആ വിഷയം. നമ്മൾ കൂടുതൽ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് കൂടുതൽ ഹക്കുണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങൾ, കാഫിറുകൾ
മുസ്ലിം അല്ലാത്തവർ 4 തരക്കാരാണ് പറഞ്ഞു. ഹർബിയുങ്ങൾ, യുദ്ധം ചെയ്യുന്ന ആളുകൾ, അവരോട് നമുക്ക് പ്രത്യേകിച്ച് കടമയൊന്നുമില്ല, തിരിച്ച് യുദ്ധം ചെയ്യാന്നല്ലാതെ. രണ്ടാമത്തെ കൂട്ടർ മുസ്തമിനൂൻ, അഭയം തേടി രക്ഷ തേടി വരുന്നവർ, അവർക്ക് ദീന് പഠിക്കാനും പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കൊടുക്കണം. അവർക്ക് മുആഹിദുകൾ, കരാറിലായി ജീവിക്കുന്നവർ, അവരോട് എന്ത് ചെയ്യാൻ പാടില്ല, ദുൽമി ചെയ്യാൻ പാടില്ല, ആ കരാറ് പൂർത്തീകരിച്ചു പോകണം. നാലാമത്തെ ദിമ്മികളോടാണ് ഏറ്റവും കടമകളുള്ളത്. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ 10 അവകാശങ്ങൾ ഏതൊരു മനുഷ്യന്റെയും ഫിത്രത്തിൽ പൂർത്തീകരിക്കാൻ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മാനസികമായിട്ട് ദീനിന്റെ നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ മാനസികമായിട്ടൊരു മനുഷ്യൻ തോന്നുന്ന കാര്യങ്ങളാണ് ദീനിൽ, അത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോന്നും കൂടുതൽ ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അത് പാലിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളം പരിശ്രമിക്കുകയും വേണം. ഇത് ചുരുങ്ങിയ രീതിയിൽ അതിൻ്റെ ചെറിയൊരു ആമുഖമായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ് ഈ 10 അവകാശങ്ങൾ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് എല്ലാ മേഖലയിലും യഥാർത്ഥ രൂപത്തിൽ പൂർത്തീകരിക്കാനും അവനെ സൂക്ഷിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.